നമസ്കാരം. മുൻ പ്രധാനമന്ത്രിമാരായ പി വി നരസിംഹറാവു, ചരൺ സിംഗ്, ഹരിത വിപ്ലവത്തിന്റെ പിതാവ് MS സ്വാമിനാഥൻ എന്നിവർക്ക് ഭാരതരത്ന 3 പേർക്കും മരണാനന്തര ബഹുമതിയായാണ് വിശിഷ്ട പദവി നൽകിയത്. ദിവസങ്ങൾക്ക് മുൻപാണ് BJP നേതാവ് LK അദ്വാനിക്കും മുൻ ബീഹാർ മുഖ്യമന്ത്രി കർപ്പൂരി താക്കൂറിനും ഭാരതരത്ന പ്രഖ്യാപിച്ചത്. തിരഞ്ഞെടുപ്പിന് മുൻപ് വിവിധ സാമൂഹ്യ വിഭാഗങ്ങളെയും പാർട്ടികളെയും NDAയിലേക്ക് ആകർഷിക്കാനുള്ള തന്ത്രമായാണ് പുരസ്കാര പ്രഖ്യാപനങ്ങളെ കാണുന്നത്. ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. രാഷ്ട്രീയ രത്നയോ? ഭാരതരത്ന പ്രഖ്യാപനത്തിന് പിന്നിലെ രാഷ്ട്രീയമെന്ത്? പശ്ചിമ UPയിൽ ചലനമുണ്ടാക്കുമോ? റാവുവിന്റെ പുരസ്കാരം കോൺഗ്രസിനുള്ള കുത്തോ? ഈ ചർച്ചയിൽ ശ്രീ ബി ഗോപാലകൃഷ്ണൻ BJP, ശ്രീ KS അരുൺകുമാർ CPM, ശ്രീ KP നൌഷാദ് അലി കോൺഗ്രസ് എന്നിവർ. ചെറിയ ഒരു ഇടവേള, അതിനുശേഷം ചർച്ചയിലേക്ക്. ആദ്യം ശ്രീ ബി ഗോപാലകൃഷ്ണൻ, രാജ്യത്തിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയാണ് ഭാരതരത്ന. അതിപ്പോ ദുബായ് സർക്കാർ ഗോൾഡൻ വിസ കൊടുക്കുന്നത് മാതിരിയാണ് നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഓരോ വീട്ടിലും ഓരോ ഭാരതരത്ന എന്നുള്ളതാണോ നരേന്ദ്രമോദി സർക്കാരിന്റെ സ്വപ്നം? അത് നിങ്ങൾക്കിപ്പോൾ തോന്നും. കാരണം ഇത്രയും കാലം ഭാരതരത്ന എന്ന് പറയുന്നത് ചില കുടുംബക്കാരുടെ സ്വത്തായിരുന്നു. കോൺഗ്രസ് ഭരിക്കുമ്പം ഭാരതരത്ന കുടുംബക്കാർക്ക് മാത്രമാണ് കൊടുത്തത്. ആദ്യം നെഹ്റുവിന് കൊടുത്തു, അത് കഴിഞ്ഞിട്ട് 71-ൽ ഇന്ദിരാഗാന്ധിക്ക് കൊടുത്തു, പിന്നെ അതവിടെ അടക്കി വെച്ചു. പിന്നെ അതിനുശേഷം പിന്നെ വന്നിരുന്ന ഭാരതരത്ന എന്ന് പറയുന്നത് അംബേദ്കർക്കായാലും പട്ടേലിനായാലും ഒക്കെ, പട്ടേലിനെ പ്രഖ്യാപിച്ചത് തിരിച്ചാണെങ്കിലും അതിനുശേഷം ഈ ഭാരതരത്ന എന്ന് പറയുന്നത് തൻ്റെ കുടുംബം, നെഹ്റു കുടുംബം അല്ലാതെ വേറെ ആർക്കും കിട്ടാൻ പാടില്ല എന്ന ഒരു സമീപനം കുറേ കാലമായി, 10-60 വർഷമായി ഭാരതത്തിലുണ്ടല്ലോ. അതിൻ്റെ ഭാഗമാണ് നിങ്ങൾ സംസാരിക്കുന്ന മൊഴിയും. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അർഹരായവരെ അംഗീകരിക്കുക, അതിൽ മതവും ഇല്ല രാഷ്ട്രീയവും ഇല്ല. നരസിംഹറാവുവിന് കൊടുത്തു. 20 ദിവസത്തിനിടയ്ക്ക് 5 ഭാരതരത്ന പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ച കാലം മുമ്പുണ്ടായിട്ടുണ്ടോ? ഒരു തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ്. ഇപ്പോൾ ഈ പറഞ്ഞ നേതാക്കൾ ആരും ഭാരതരത്നയ്ക്ക് അർഹരല്ല എന്നൊരു വാദം എനിക്കില്ല കേട്ടോ. ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ആളുകളെ പിക്ക് ആൻഡ് ചൂസ് ചെയ്ത് ഭാരതരത്ന പ്രഖ്യാപിക്കുന്നതിന് മുൻപിൽ കൃത്യമായ അജണ്ടകളുണ്ട്. നമ്മൾ ചർച്ചയുടെ വഴിയെയുള്ള ഘട്ടത്തിൽ വിശദീകരിക്കാം. അല്ല, അതിൽ നിങ്ങൾക്കൊരു അസൂയുണ്ട്. അതാണ് ഭാരതരത്ന കൊടുക്കുന്നതിൽ നിങ്ങൾക്കൊരു അസൂയുണ്ട്. കാരണം ഓരോ ഭാരതരത്ന കൊടുക്കുമ്പോഴും അത് അടിസ്ഥാന വർഗത്തിലും അടിത്തട്ടിലുള്ള സാധാരണ ജനങ്ങൾക്കും. അതാണെന്ന് ജയന്തൻ ചൗധരിയുടെ വളരെ കൃത്യമായിട്ടുള്ള പ്രസ്താവന ഉണ്ടല്ലോ, ചരൺ സിംഗിൻ്റെ മകൻ്റെ പ്രസ്താവന. ആ പ്രസ്താവന എന്താ? അടിസ്ഥാന വർഗത്തോട് ഉദാരമായ സമീപനം സ്വീകരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനമാണിത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് തന്നെയാണ്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ സത്യത്തിൽ ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞ് ആ കാര്യം പറയാമെന്ന് വിചാരിച്ചിരുന്നു. ഇപ്പൊ പക്ഷേ ശ്രീ ഗോപാലകൃഷ്ണൻ, താങ്കൾ തന്നെ വളരെ കൃത്യമായി ആ കാര്യം പറഞ്ഞു. നോക്കൂ, ഈ പറഞ്ഞ ജയന്ത് ചൗധരി RLD കഴിഞ്ഞ UP നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടിയുടെ കൂടിയായിരുന്നു. പശ്ചിമ UPയിൽ, വെസ്റ്റേൺ UPയിൽ ഇപ്പോഴും ജാട്ട് ബെൽറ്റിൽ ചരൺ സിംഗിനും അജിത് സിംഗിനും ഒക്കെ അവരുടെ പാരമ്പര്യം പേർന്ന RLDക്കൊക്കെ ചില്ലറ സ്വാധീനമുണ്ട്. അപ്പോൾ വെസ്റ്റേൺ UPയിൽ 2014 ശേഷം BJPക്ക് ഉണ്ടായിരുന്ന വലിയ സ്വാധീനത്തെ ഒരു പരിധിവരെ കഴിഞ്ഞ തവണ SPക്ക് ചേർത്ത് നിൽക്കാൻ കഴിഞ്ഞത് RLDയുടെ സപ്പോർട്ടോടുകൂടിയാണ്. അപ്പോൾ ഈ ചൂണ്ട അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു. ജയന്ത് ചൗധരി അതിനകത്ത് കൊത്തുന്നു. നിങ്ങളുടെ കൂടെ പോയിരുന്നു. കർപ്പൂരി താക്കൂറിന് ഭാരതരത്നം കൊടുക്കുന്നു, JDUവിനെയും നിതീഷ് കുമാറിനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നു. ചരൺ സിംഗിന് ഭാരതരത്നം കൊടുക്കുന്നു, RLDയെയും ജയന്ത് ചൗധരിയെ അങ്ങോട്ട് കൊണ്ടുപോകുന്നു. ഇതാണല്ലോ ഞാൻ പറഞ്ഞത്. എന്നാ പിന്നെ നരസിംഹറാവുവിന് കൊടുത്തതുകൊണ്ട് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഞങ്ങളുടെ കൂടെ വരുമോ? അല്ല, നിങ്ങൾ എല്ലാത്തിനും ഈ എന്തിനാ രാഷ്ട്രീയമായി എല്ലാത്തിനെയും കാണരുത്. അല്ല, ഭാരതരത്നയിൽ രാഷ്ട്രീയം കാണരുത്. ഞാൻ ചോദിക്കട്ടെ, നരസിംഹറാവുവിന് കൊടുത്തത് എന്തുകൊണ്ടാണ്? നരസിംഹറാവു കോൺഗ്രസുമായി ബന്ധപ്പെട്ട ആളല്ലേ? കോൺഗ്രസുമായി ബന്ധപ്പെട്ട ആളാണ്. ഈ നരസിംഹറാവു അന്തരിച്ചപ്പോ ആ മൃതശരീരം AICC ഓഫീസിലൊന്ന് കയറ്റിപ്പോലുമില്ലല്ലോ എന്ന് നിങ്ങൾക്ക് പറയാനുള്ള അവസരമാണ് ഈ ഭാരതരത്ന. കരിംനഗറിൽ നരേന്ദ്രമോദി കഴിഞ്ഞ തെലങ്കാന തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തന്നെ നരസിംഹറാവുവിനോട് ചെയ്ത ഇൻസൾട്ട് വേറെ ആരോടെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പൊ ഇതും കൃത്യമാണ്. നരസിംഹറാവുവിനെ കോൺഗ്രസ് ഇൻസൾട്ട് ചെയ്തു, നരസിംഹറാവുവിന്റെ ലെഗസിയെ കോൺഗ്രസ് ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചു. ഞങ്ങളാണ് നരസിംഹറാവുവിനെ ആദരിക്കുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഇപ്പോ കോൺഗ്രസിനോടുള്ള സ്നേഹം കൊണ്ടാണ് ഈ ഭാരതരത്ന നരസിംഹറാവുവിന് കൊടുത്തതെന്നൊന്നും പറയല്ലേ ശ്രീ ഗോപാലകൃഷ്ണൻ. അയ്യോ, അങ്ങനെ ചിന്തിക്കല്ലേ അഭിലാഷേ. ഇപ്പോൾ കോൺഗ്രസ് ഇതര സർക്കാരുകളുടെ മുഖ്യമന്ത്രിമാരായിരുന്നു കർപ്പൂരി ഠാക്കൂറും അതുപോലെ തന്നെ ചരൺ സിംഗും. അപ്പം നമുക്ക് എല്ലാത്തിലും നിങ്ങൾ കാണുന്നത് മുഴുവൻ രാഷ്ട്രീയമാണ്. ഒരാൾ ചിരിച്ചാൽ രാഷ്ട്രീയം, ഒരാൾ കരഞ്ഞാൽ രാഷ്ട്രീയം, പ്രധാനമന്ത്രി ഒന്ന് സംസാരിച്ചാൽ രാഷ്ട്രീയം. ഭാരതരത്നയിൽ നിങ്ങൾ ഇതിനെ രാഷ്ട്രീയം കാണുന്നത്? ഭാരതരത്നയിൽ നിങ്ങൾ രാഷ്ട്രീയം കാണണ്ട.
അതിന് പല രാഷ്ട്രീയ ഇമ്പാക്റ്റ് ഉണ്ടാവുമായിരിക്കാം, അത് വേറെ വിഷയം. പക്ഷെ നിങ്ങളതിൻ്റെ പോസിറ്റീവ് വശം പറ. എത്ര കാലമായി കർപ്പൂരി ഠാക്കൂർ ഒരു പാവപ്പെട്ട മനുഷ്യൻ മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോൾ ഇന്നത്തെ ആളുകൾ വലിയ എന്താ പറയുക സ്വർണ്ണാഭരണങ്ങൾ നിറഞ്ഞ അല്ലെങ്കിൽ വലിയ വലിയ കുബേരന്മാരുടെ കാറിലൊക്കെയാണ് പോവുക. ആ മനുഷ്യൻ ഓട്ടോറിക്ഷ വിളിച്ച് പോയതാ, ഒന്നുമില്ല ആ കുടുംബത്ത്. അത്രയും പാവപ്പെട്ട സാധാരണക്കാരനായ കർപ്പൂരി ഠാക്കൂറിന് എന്തുകൊണ്ട് കൊടുത്തില്ല? ഞാൻ ചോദിക്കട്ടെ, ഇടതുപക്ഷം ഭരിച്ച ഒരു ഭാരത സർക്കാർ ഉണ്ടായിരുന്നില്ലേ, ഇടതുപക്ഷത്തിൻ്റെ സപ്പോർട്ടോടുകൂടി ഭരിച്ച മൻമോഹൻ സിംഗ്? ഞാൻ ചോദിക്കട്ടെ, അതിനു മുമ്പ് എത്രയോ കോൺഗ്രസ് ഭരണകൂടങ്ങൾ വന്നു, എന്തുകൊണ്ട് അർഹതപ്പെട്ടവരെ കണ്ടില്ല? അർഹതപ്പെട്ടവർക്ക് ഭാരതരത്നയും അർഹതപ്പെട്ടവർക്ക് അംഗീകാരവും കൊടുക്കലാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രത്യേകത. അതിനുള്ളിൽ രാഷ്ട്രീയം കാണരുത്. രാഷ്ട്രീയം കാണുന്നതാണ് കുൽസിതമായിട്ടുള്ള. ശരി, ഞാൻ ആ പോയിന്റിലേക്ക് മടങ്ങിയെത്താം. ഇവിടെ ശ്രീ KP നൗഷാദ് അലി അർഹതയുള്ളവരെ അംഗീകരിച്ചില്ല എന്നുള്ള വാദം അതൊരു പ്രധാനപ്പെട്ട വാദമാണ്. കാരണം ഈ പറഞ്ഞ പേരുകാരിൽ ആരും ഈ പുരസ്കാരം സ്വീകരിക്കാൻ അർഹരല്ല എന്ന് പറയാൻ കഴിയില്ല. അവർ അർഹരായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ കോൺഗ്രസിന്റെ കാലത്തെ പരിഗണനാ വിഷയങ്ങൾ എന്തായിരുന്നു എന്നുള്ള ചോദ്യം വരുമ്പോൾ ജവഹർലാൽ നെഹ്റുവിന് ഭാരതരത്നം കൊടുത്തിട്ടുണ്ട്, ഇന്ദിരാഗാന്ധിക്ക് ഭാരതരത്നം കൊടുത്തിട്ടുണ്ട്, രാജീവ് ഗാന്ധിക്ക് ഭാരതരത്നം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഭീംറാവു അംബേദ്കറിന് ഭാരതരത്നം കൊടുത്തത് VP സിംഗ് പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ്, അതായത് ഒരു കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി ഉണ്ടായപ്പോഴാണ്. അതിനു മുൻപ് നെൽസൺ മണ്ടേലയ്ക്ക് വരെ കൊടുത്തു. നെൽസൺ മണ്ടേല മോശമായതുകൊണ്ടല്ല പറയുന്നത്. നെൽസൺ മണ്ടേല ലോകത്തുള്ള വർണ്ണ വിവേചനത്തിനെതിരെയുള്ള പോരാട്ടത്തിന്റെ കുന്തമുനയാണ്. പക്ഷേ അതേ കാര്യം നമ്മുടെ നാട്ടിൽ ചെയ്ത അംബേദ്കർ അവിടെ നിൽക്കുമ്പോൾ അംബേദ്കർക്ക് മുമ്പ് നമ്മൾ നെൽസൺ മണ്ടേലയ്ക്കാണ് ഭാരതരത്നം കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് കോൺഗ്രസ് സർക്കാർ മാറിയതിനു ശേഷമാണ് അംബേദ്കർക്ക് VP സിംഗിന്റെ കാലത്ത് ഭാരതരത്നം കൊടുക്കുന്നത്. പല ദേശീയ നേതാക്കളെയും ജയപ്രകാശ് നാരായണന് കൊടുത്തത് കോൺഗ്രസ് അധികാരത്തിലുള്ളപ്പോഴല്ല. എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ കർപ്പൂരി താക്കൂറിനെ പോലെ ഒരു മനുഷ്യൻ, കർപ്പൂരി താക്കൂർ ഒരു ക്ഷുരകന്റെ കുടുംബത്തിൽ നിന്ന് വന്ന ആളാണ്. അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുന്ന വേളയിലും അദ്ദേഹത്തിന്റെ പിതാവ് ആ ജോലി ചെയ്തിട്ടുണ്ട്. അങ്ങനെ കർപ്പൂരി താക്കൂറിനെ പോലെ ഒരു നേതാവിന് ഭാരതരത്നം കൊടുക്കാൻ ഞങ്ങൾ വേണ്ടി വന്നു എന്ന് BJPക്ക് പറയാം. ചൗധരി ചരൺ സിംഗിനെ പോലെ ഇന്ത്യൻ കർഷകരുടെ ഒരു നേതാവിന്, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കസേരയിലിരുന്ന ചൗധരി ചരൺ സിംഗിന് ഭാരതരത്നം കൊടുക്കാൻ ഞങ്ങൾ വേണ്ടി വന്നു എന്ന് പറയാം. BJPയെ സംബന്ധിച്ച് MS സ്വാമിനാഥനെ പോലെ ഇന്ത്യയുടെ, നിങ്ങളുടെ കാലത്താണ്, കോൺഗ്രസിന്റെ കാലത്താണ് ഹരിത വിപ്ലവം നടക്കുന്നത്. ഇന്ത്യയുടെ കാർഷിക മേഖലയെ ആകെ തന്നെ മാറ്റിമറിച്ച വിപ്ലവകാരിക്ക് ഭാരതരത്ന കൊടുക്കാൻ ഞങ്ങൾ വേണ്ടി വന്നു എന്ന് BJPക്ക് പറയാം. അഭിലാഷ, ഇവിടെ BJPക്കാര് നിരന്തരമായിട്ട്, അല്ലെങ്കിൽ ജനസംഘക്കാർ, അല്ലെങ്കിൽ ഹിന്ദു മഹാസഭക്കാർ, സംഘ് പരിവാറൊക്കെ കോൺഗ്രസിനോട് ചോദിച്ചിരുന്ന ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഒരു മറുപടി, അല്ലെങ്കിൽ ആ ചോദ്യങ്ങൾ ചോദിച്ച ആളുകളാണ് ഇന്ന് ഇത്തരത്തിൽ ചെയ്യുന്നത് എന്നുള്ളത് ചരിത്രബോധമുള്ളവർ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കും. കാരണം ഇവിടെ പല സ്വാതന്ത്ര്യ സമര സേനാനികൾക്കും നമ്മൾ ഭാരതരത്ന കൊടുത്തപ്പോൾ ഇവർ ചോദിച്ചിരുന്ന ചോദ്യം, എന്തുകൊണ്ട് അശോക ചക്രവർത്തിക്ക് കൊടുക്കുന്നില്ല, എന്തുകൊണ്ട് ശിവജിക്ക് കൊടുക്കുന്നില്ല, എന്തുകൊണ്ട് പിന്നെ കനിഷ്കന് കൊടുക്കുന്നില്ല, ഹർഷവർദ്ധന് കൊടുക്കുന്നില്ല എന്നൊക്കെ വലിയ ചോദ്യങ്ങൾ ഇവർ ഉന്നയിച്ചിരുന്നു. നെൽസൺ മണ്ടേലക്ക് കൊടുത്തപ്പോൾ മാർട്ടിൻ ലൂതർ കിങ്ങിന് എന്തുകൊണ്ട് കൊടുത്തില്ല എന്ന് ചോദിച്ചു. ഇവിടെ പിന്നെ സച്ചിൻ തെണ്ടുൽക്കർക്ക് കൊടുത്തപ്പോൾ ധ്യാൻ ചന്ദിന് എന്തുകൊണ്ട് കൊടുത്തില്ല എന്ന് ചോദിച്ചു. അതുപോലെ തന്നെ കാമരാജിന് കൊടുത്തപ്പോൾ, MG രാമചന്ദ്രന് കൊടുത്തപ്പോഴൊക്കെ വലിയ തോതിൽ രാഷ്ട്രീയ വിഷയമാക്കി അത് ഉയർത്തുകയും കോടതിയിലടക്കം വലിയ നിയമ നടപടികൾക്ക് പോവുകയും ഒക്കെ ചെയ്ത പാർട്ടികളുടെ സഞ്ചയത്തിൽ ഉൾപ്പെട്ടൊരു പാർട്ടിയാണ് ഇന്നത്തെ BJP. അവർ സ്വാഭാവികമായിട്ടും ഇന്ന് നിങ്ങൾ നേരത്തെ പറഞ്ഞ മാതിരി ജനതാദൾ യുവിനെ പിടിക്കാൻ ബീഹാറിലൊരു ഭാരതരത്ന, പശ്ചിമ UPയിൽ RLDയെ പിടിക്കാൻ അവിടെ ഒരു ഭാരതരത്ന, ഇത്തരത്തിലൊക്കെ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടായിട്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അവരൊക്കെ കൊണ്ടുപോയിക്കൊള്ളട്ടെ, അത് അവരുടെ സ്ഥിരമായിട്ടൊരു രീതിയാണ്, അതിൽ യാതൊരുവിധ അത്ഭുതങ്ങളുമില്ല. ഇനി ഞാൻ അഭിലാഷിനോട് വളരെ കൃത്യമായിട്ട് ഇവിടെ നിരന്തരമായിട്ട് സംഘപരിവാറുകാർ പറയുന്ന ഒരു അപവാദം ഞാനൊന്ന് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നു. ജവഹർലാൽ നെഹ്റു സ്വന്തമായിട്ട് ഭാരതരത്ന കൊടുത്തു എന്നാണ് ഇവരെപ്പോഴും പറയാറുള്ളത്. ജവഹർലാൽ നെഹ്റു ചേരിചേരാൻ നയമൊക്കെ ലോകമാകമാനം ഊട്ടിയുറപ്പിച്ചൊരു വിദേശ പര്യടനം കഴിഞ്ഞ് വന്നപ്പോൾ രാജേന്ദ്ര പ്രസാദ് അദ്ദേഹത്തിന് നൽകിയൊരു അത്താഴ വിരുന്നിൽ അദ്ദേഹത്തോട് പോലും ആലോചിക്കാതെ ഞാനൊരു ഭരണഘടനാ ലംഘനം നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹമാണ് നെഹ്റുവിനെ ആ പുരസ്കാരത്തിന് വേണ്ടി ശുപാർശ ചെയ്തത്. അതിൻ്റെ മുമ്പ് രാജേന്ദ്ര പ്രസാദും നെഹ്റുവും ഒക്കെ തമ്മിലുള്ള പല തർക്കങ്ങളും ഒക്കെ ഇവരൊക്കെ ആഘോഷിച്ചതാണ്. നെഹ്റുവിൻ്റെ നോമിനി രാജാജിയായിരുന്നു പ്രസിഡന്റ് സ്ഥാനത്തേക്ക്, പട്ടേലിൻ്റെ നോമിനി ആയിട്ടുള്ള രാജേന്ദ്ര പ്രസാദ് വന്നു. ഗുജറാത്ത് സോമനാഥ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിന് നെഹ്റുവിനെ വകവെക്കാതെ പ്രസാദ് പോയി എന്നൊക്കെ പറഞ്ഞ് ഇവരെ പലപ്പോഴും പ്രകീർത്തിച്ച് രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ച
ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് നെഹ്റുവിനോട് ആലോചിക്കാതെ നടത്തിയൊരു പ്രഖ്യാപനമായിരുന്നു അത് നെഹ്റു ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ശാന്തി ദൂതനാണ് ലോകത്തിലെ എന്ന് അതൊക്കെ ശരിയാണ്. രാജേന്ദ്ര പ്രസാദിന്റെ വാദങ്ങൾ ഓൺ റെക്കോർഡാണ്. രാമേന്ദ്ര ഗുഹ അടക്കം അത് എഴുതിയിട്ടുണ്ട്. അതൊന്നും എനിക്ക് എതിരഭിപ്രായമുള്ള കാര്യമല്ല. ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇവർക്കൊക്കെ എന്റെ പോയിന്റ് അതല്ല ശ്രീ നൗഷാദ് അലി. ഇവർക്കൊക്കെ ഭാരതരത്ന കൊടുക്കാൻ BJP വേണ്ടി വന്നു എന്നുള്ളതാണ്. നോക്കൂ, നേതാജി സുഭാഷ് ചന്ദ്രബോസിന് എപ്പോഴാണ് ഭാരതരത്ന കൊടുത്തത്? നിങ്ങളുടെ കാലത്ത് തന്നെ കൊടുത്തത്. വല്ലഭായ് പട്ടേലിന് എപ്പോഴാണ് കൊടുത്തത്? താങ്കൾ പറഞ്ഞല്ലോ, തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായിരുന്ന സിനിമാ നടൻ MG രാമചന്ദ്രന് ഭാരതരത്നം കൊടുത്തതിന് ശേഷമാണ് വല്ലഭായ് പട്ടേലിനും സുഭാഷ് ചന്ദ്രബോസിനും ഭാരതരത്നം കൊടുക്കുന്നത്. അംബേദ്കറിന് കൊടുത്തത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ഉള്ളപ്പോഴല്ല. അപ്പോൾ അതാത് കാലത്തെ പൊളിറ്റിക്കൽ പ്രയോറിറ്റിക്ക് അനുസരിച്ചാണ് നിങ്ങളുടെ കാലത്തും ഇതൊക്കെ നിശ്ചയിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ഇവിടെ അഭിലാഷ്, ഞാൻ നേരത്തെ പറഞ്ഞതിൽ നിന്ന് ഒറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അഭിലാഷ് പറഞ്ഞതിന് ഞാൻ മറുപടി പറയാം. അതായത് ഇവരാവർത്തിച്ച് പറയുന്നു ഒരു കുടുംബത്തിന് വേണ്ടി കൊടുത്തു എന്ന്. ഞാൻ ഈ ഗോപാലകൃഷ്ണന്റെ പരാമർശങ്ങൾക്ക് മറുപടി പറയുന്നു. ശ്രീ ഗോപാലകൃഷ്ണൻ, അങ്ങൊന്ന് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ പറഞ്ഞ ഈ കുടുംബം ഉണ്ടല്ലോ, ഈ ശ്രീമതി ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ഒക്കെ ഈ രാജ്യത്തെ വിഘടനവാദ പ്രതിലോമകര തീവ്രവാദ ശക്തികൾക്കെതിരായുള്ള പോരാട്ടത്തിന്റെ മാർഗമധ്യേ ജീവൻ വെടിഞ്ഞവരാണ്. 2 പ്രസവിച്ചൊഴിഞ്ഞ തിരുവയറിലേക്ക് 36 വെടിയുണ്ടകൾ ഏറ്റുവാങ്ങിയാണ് തൻ്റെ അവസാനത്തെ സ്പന്ദനം ഇന്ദിരാഗാന്ധി ഈ മണ്ണിൽ ശ്വസിച്ചു തീർത്ത് ഈ മണ്ണിൽ വിലയം പ്രാപിച്ചത്. അരക്ക് മുകളിലുള്ള ശരീരഭാഗം 1047 കഷ്ണങ്ങളായി ചിന്നിച്ചിതറിയിട്ട് തൻ്റെ പ്രിയതമക്കും കുട്ടികൾക്കും ഒരു അവസാന ചുംബനമർപ്പിക്കാൻ പോലും ശരീരം ബാക്കിയില്ലാതെയാണ് രാജീവ് ഗാന്ധി ഇവിടെ ആ വീരമൃത്യു വരിച്ചത്, രക്തസാക്ഷിത്വം പുൽകിയത്. അവരെയൊക്കെ നിങ്ങൾ നെഹ്റുവിൻ്റെ കുടുംബം എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഈ ചരിത്രവും യാഥാർത്ഥ്യമൊക്കെയാണ് നിങ്ങൾ നോക്കി കൊഞ്ഞനം കുത്തുന്നത്. ഏത് രാഷ്ട്ര താല്പര്യത്തെയാണ് നിങ്ങളൊക്കെ പ്രതിനിധീകരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അന്ധമായ രാഷ്ട്രീയ വിരോധം മുൻനിർത്തി നെഹ്റുവിനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയൊക്കെ താറടിക്കുമ്പോൾ ഈ രാജ്യമാണ് നിങ്ങൾക്കെതിരെ നോക്കി നാണിച്ച് മൂക്കത്ത് വിരൽ വെക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടി അഭിലാഷ, ഇവിടെ ഈ ഭാരതരത്നം നമ്മൾ കുറേ പേർക്ക് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് പേർക്ക് വീണ്ടും കിട്ടാനുണ്ടാകും. ഇവിടെ CNR റാവുവിന് കൊടുത്തപ്പോൾ ഹോമി ജെ ബാബക്കും വിക്രം സാരാഭായിക്കും എന്തുകൊണ്ട് കൊടുത്തില്ല എന്നുള്ള ചോദ്യം, നേരത്തെ പറയാം മണ്ടേലക്ക് കൊടുത്തപ്പോൾ മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ ചോദ്യം, സച്ചിന് കൊടുത്തപ്പോൾ ധ്യാൻ ചന്ദിന്റെ ചോദ്യം, ഈ ചോദ്യങ്ങളൊക്കെ ന്യായമാണ്. ഇവരെല്ലാവരും ഇതിന് അർഹരാണ്. ഒരേ സമയം എല്ലാവർക്കും ഇങ്ങനെ കൂട്ടത്തോടെ കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടാവണം ഒരു മുൻഗണനാക്രമം ഒക്കെ ചിലപ്പോൾ തെറ്റിയിട്ടുണ്ടാകാം. ഏതായാലും പരമാവധി നീതി പുലർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്പെഷ്യൽ ഭാരതരത്ന അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ വിസ്മയിപ്പിക്കുകയാണ്. പക്ഷെ BJP ആയതുകൊണ്ട് അതില്ല. കാരണം ഇവിടെ EDയും ഇൻകം ടാക്സും പിന്നെ മറ്റ് ഏജൻസികളും ഒക്കെ CBI ഒക്കെ ഇറങ്ങി കളിക്കുകയാണല്ലോ. അതിനേക്കാൾ ലഘുവായ ഒരു നടപടിയാണ് ഇത് എന്നാ എനിക്ക് തോന്നുന്നത്. അവരുടെ പോലെ മാരകമായ പ്രകടനശേഷിയൊന്നും ഇല്ലല്ലോ. ഇതൊക്കെ പോസ്റ്റ്മസ് ആയിട്ടുള്ള അവാർഡുകളാണല്ലോ. ശരി, ഓക്കെ. ശ്രീ K. സരൺകുമാർ, നമ്മൾ ഈ ഗിവ് അവേ എന്നൊക്കെ പറയുന്നത് മാതിരി കൂട്ടത്തോടെ ഭാരതരത്ന ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പ് കൊടുക്കുന്നത് നമ്മളിപ്പോ ആദ്യമായിട്ട് കാണുകയാണ്. ഒരാൾക്ക് ഭാരതരത്ന പ്രഖ്യാപിക്കുക, 2 ആൾക്ക് ഭാരതരത്ന പ്രഖ്യാപിക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പോ 5 പേർക്കായി ഭാരതരത്നം. അതിൽ MS സ്വാമിനാഥനെ മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാവരും രാഷ്ട്രീയ നേതാക്കളാണ്. കർപ്പൂരി താക്കൂറിന്, LK അദ്വാനിക്ക്, PV നരസിംഹറാവുവിന്, ചൗധരി ചരൺ സിംഗിന്. ഇതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇവിടെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി 5 പേർക്ക് ഭാരതരത്നം കൊടുക്കുന്ന ഒരു വർഷം തന്നെ 5 പേർക്ക് കൊടുക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. 1954 ആരംഭിച്ചതിന് ശേഷം ഇതുവരെയുള്ള ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ ഇവിടെ പലരും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഈ പ്രഖ്യാപനം വന്നതിന് ശേഷം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ LK അദ്വാനിക്ക് കൊടുത്തു, അതുപോലെ തന്നെ PV നരസിംഹറാവുവിനും കൊടുത്തു. LK അദ്വാനിക്ക് കൊടുത്തത് അദ്ദേഹത്തിന്റെ സേവനം കാര്യങ്ങളൊക്കെ ഇപ്പൊ ബാബറി മസ്ജിദ് സ്ഥിതി ചെയ്ത സ്ഥലത്ത് തന്നെ രാമക്ഷേത്രം പണിയാൻ സാഹചര്യം ഒരുക്കിയത് രഥയാത്രയടക്കം അദ്ദേഹം നടത്തിയ സമരത്തിന്റെ ഒരു ഉൽപ്പന്നമാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ രാമക്ഷേത്രം പണിയാൻ സാഹചര്യം ഒരുക്കിയ ഒരാളായിരുന്നു LK അദ്വാനി. അതുപോലെ ശ്രീ PV നരസിംഹറാവുവിനെയും ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് മാറ്റിയെടുത്താൻ കഴിയില്ല. ബാബറി മസ്ജിദിന്റെ താഴികക്കുടങ്ങൾ തച്ചു തകർക്കാൻ അനുവദിക്കപ്പെട്ടത് ചരിത്രത്തിലെ ഏറ്റവും വലിയ തെറ്റാണെന്ന് സുപ്രീം കോടതി കണ്ടെത്തിയത് നമ്മുടെ മുന്നിലുണ്ട്. അധികം നാൾ മുമ്പല്ല. ചരിത്രപരമായിട്ടുള്ള 4 തെറ്റ് ചൂണ്ടിക്കാണിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെറ്റായിട്ട് ചൂണ്ടിക്കാണിച്ചു. അപ്പൊ ആ സമയത്ത് പ്രധാനമന്ത്രിയായിരുന്ന ആളെ ഒരിക്കലും BJPക്ക് അകറ്റി നിർത്താൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യവും തിരിച്ചറിയുകയാണ്. ഇപ്പൊ BJP ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് പോകുമ്പോൾ വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. ഇപ്പൊ 2014 മുതൽ തുടർച്ചയായി 10 കൊല്ലമായി അവർ ഭരിക്കുന്നു. 2014 2 പേർക്ക് ഭാരതരത്ന കൊടുത്തു.
2015 ഭാരതരത്ന 2 പേർക്ക് കൊടുത്തു. അതിനുശേഷം തുടർച്ചയായിട്ട് കൊടുക്കുന്നില്ല. ഇപ്പൊ തെരഞ്ഞെടുപ്പ് അടുക്കെ എത്തിയപ്പോൾ, ഏറ്റവും തൊട്ടടുത്തെത്തിയപ്പോൾ 5 പേർക്ക് കൊടുക്കാൻ തീരുമാനിക്കുകയാണ്. അതായത് 2016 ഇല്ല, 17, 18, 19, 20 ഒന്നുമില്ല. രണ്ടാമത്തെ ടൈം BJP അധികാരത്തിൽ വരുമ്പോഴും ഇല്ല. ഇപ്പൊ തുടർച്ചയായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യത്തോടെ തന്നെയാണ്. ഇവിടെ ചെറിയ രൂപത്തിൽ അത് സൂചിപ്പിച്ചു. ഇപ്പൊ കർപ്പൂരി ഠാക്കൂറിന് കൊടുക്കുമ്പോൾ അതനുസരിച്ച് വലിയ രാഷ്ട്രീയ ചലനം ബീഹാറിൽ ഉണ്ടാക്കാൻ നല്ല ഗെയിം പ്ലാനോട് കൂടി ഇറങ്ങിത്തിരിക്കുകയും അതിലവർ വിജയിക്കുകയും അവിടെ ഭരണമാറ്റം ഉണ്ടാകുകയും ജനതാദൾ യുവിനെ അവരുടെ കൈപ്പിടിയിൽ ഒതുക്കുകയും അവിടുത്തെ മുഖ്യമന്ത്രി രാജിവെച്ച് വീണ്ടും മുഖ്യമന്ത്രിയായി 5 തവണ കാലുമാറിയതും എല്ലാം ഗൗരവത്തോടെ നമ്മൾ ചർച്ച ചെയ്തതാണ്. അതേപോലെ തന്നെ ഇപ്പോ ഏറ്റവും ഗൗരവമായി ഉത്തർപ്രദേശിലെ രാഷ്ട്രീയ സാഹചര്യത്തെയും നാം നോക്കി കാണേണ്ടതുണ്ട്. രാഷ്ട്രീയ ലോക്ദളിന്റെ നേതാവ് ജയൻ ചൗധരിയുടെ പ്രതികരണവും കഴിഞ്ഞ 3-4 ദിവസമായി ഉത്തർപ്രദേശിൽ നിന്ന് വരുന്ന വാർത്തയും, ഉത്തർപ്രദേശിൽ BJPക്ക് കഴിഞ്ഞ തവണത്തെ കൂട്ട് നേട്ടമുണ്ടാക്കണമെങ്കിൽ RLDയെ കൂടെ നിർത്തണമെന്നും ചില മേഖലകളിൽ നേട്ടമുണ്ടാക്കണമെങ്കിൽ ഇപ്പോഴത്തെ സഖ്യം കൊണ്ട് സാധിക്കില്ല എന്നും, അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി അണിനിരന്നിരിക്കുന്ന 29 കക്ഷികളിൽ ചില കക്ഷികളെ അടർത്തിയെടുത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യം പ്രയോജനപ്പെടുത്താൻ വേണ്ടി ഇത്തരത്തിൽ ഭാരതരത്ന എന്ന അവാർഡിനെ പോലും അവർ ഉപയോഗിക്കുന്നത് നാം കാണുകയാണ്. വരും ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള പല പ്രഖ്യാപനങ്ങളും പല ഇടപെടലുകളും നമുക്ക് കാണാൻ കഴിയും. ഒരാഴ്ച മുമ്പാണ് പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമന്ത്രി ബംഗാളിൽ വെച്ച് പ്രസംഗത്തിൽ പറഞ്ഞത് ഒരാഴ്ചയ്ക്കുള്ളിൽ പൗരത്വ ഭേദഗതി നിയമം ഞങ്ങൾ നടപ്പാക്കും എന്ന് പ്രഖ്യാപിച്ചു. അതേ ദിവസം തന്നെ ശ്രീ സുരേഷ് ഗോപി കേരളത്തിൽ കാസർഗോഡ് വെച്ച് പ്രഖ്യാപിച്ചു യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കാൻ 1-2 ആഴ്ച മതി, ഈ ഫെബ്രുവരി മാസം വിട്ടു പോകില്ല എന്ന രൂപത്തിലുള്ള പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. അതുപോലെ ഒരേ രാജ്യം ഒരേ തെരഞ്ഞെടുപ്പ് എന്നത് തെളിവെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ മുൻ രാഷ്ട്രപതി എത്തിച്ചേർന്നിരിക്കുന്നു. അതിന്റെ ഒരു തെളിവെടുപ്പിന്റെ അവസാന റിസൾട്ട് വരാൻ പോവുകയാണ്. അപ്പോ ഇവർ രാഷ്ട്രീയ മുദ്രാവാക്യമായി മുന്നോട്ട് വെച്ച മുഴുവൻ കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഭരണത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കാൻ ഏത് തരത്തിലുള്ള പ്രഖ്യാപനവും തീരുമാനവും അതുപോലെ നമ്മുടെ രാജ്യത്തിന്റെ പ്രത്യേകതകളെ അട്ടിമറിച്ചുകൊണ്ടുള്ള തീരുമാനങ്ങൾ എടുക്കും എന്നതിൽ ഒരു മടിയുമില്ല, ഒരു ഭയമില്ല എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള സാഹചര്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് 2016 മുതൽ പ്രഖ്യാപിക്കാത്ത ഈ ഭാരതരത്നം 2024 തെരഞ്ഞെടുപ്പിന് 2 മാസത്തെ മുമ്പാകെ 5 പേർക്ക് പ്രഖ്യാപിച്ചതിൽ അസ്വാഭാവികതയുണ്ട്. ഇനിയും അത്തരത്തിലുള്ള തീരുമാനങ്ങൾ ഇനിയും വന്നേക്കാം. കാരണം അവരുടെ ലക്ഷ്യം രാഷ്ട്രീയ ലക്ഷ്യമാണ്, അത് വീണ്ടും ഭരണത്തിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ ശ്രീ ബി ഗോപാലകൃഷ്ണൻ, മോദി 3.0 എന്ന് പറയുന്നത് ഒരു സംശയവുമില്ലാത്ത കാര്യമാണ്. ഞങ്ങൾ 400 സീറ്റ് വരെ നേടും എന്നൊക്കെയാണ് പുറത്ത് പറയുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിൽ മാത്രം ചെയ്ത കാര്യങ്ങൾ എടുക്കൂ. ആദ്യം തന്നെ ചൂണ്ടിക്കാണിക്കപ്പെട്ട ഒരു കാര്യം, മഹാരാഷ്ട്ര, ബീഹാർ പോലെയുള്ള സംസ്ഥാനങ്ങൾ ഇത്തവണ നിങ്ങൾക്ക് ദുഷ്കരമാകും എന്നുള്ളതാണ്. മഹാരാഷ്ട്രയിൽ എന്ത് ചെയ്തു? മഹാരാഷ്ട്രയിൽ NCPയെ പിളർത്തി, ശിവസേനയെ പിളർത്തി. ആ പിളർന്ന പക്ഷങ്ങളാണ് ഇപ്പോഴത്തെ ഔദ്യോഗിക പക്ഷം. അങ്ങനെ അവിടുത്തെ മഹാവികാസ് അഘാഡി ഇപ്പോൾ ദുർബലമാണ്. ബീഹാറിൽ ഈ ഇന്ത്യ മുന്നണി എന്ന ആശയം മുന്നോട്ട് വെച്ച, ജാതി സെൻസസ് പ്രഖ്യാപിച്ച നിതീഷ് കുമാറിനെ തന്നെ നിങ്ങൾ അവിടുത്തെ ഭരണം പൊളിച്ച് നിങ്ങളുടെ മുന്നണിയിൽ കൊണ്ടുവന്നു. ഉത്തർപ്രദേശിൽ ഞങ്ങൾക്ക് വളരെ സേഫാണ്, ഇത്തവണ അനായാസം 70-ന് മുകളിൽ സീറ്റ് നേടും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിടത്ത് നിന്ന് അവിടെ SP-യുമായി സഖ്യമുള്ള RLDയെ ഞങ്ങൾക്ക് വേണമെന്ന നിർബന്ധ ബുദ്ധിയിലാണ് ഈ പുരസ്കാരം. തെലങ്കാന കോൺഗ്രസ് ജയിക്കുന്നു. തെലങ്കാന, ആന്ധ്ര മേഖലയിൽ കോൺഗ്രസ് റിവൈവലിന് ശ്രമിക്കുന്നു. YS ശർമിളയെ ആന്ധ്രാപ്രദേശിൽ അവർ PCC അധ്യക്ഷയായി നിയോഗിച്ചു. തെലങ്കാന അവർ പിടിച്ചു കഴിഞ്ഞു. അപ്പോൾ ആ മേഖലയിൽ കോൺഗ്രസ് ഒരു തിരിച്ചുവരവ് നടത്തുമെന്ന് തോന്നുമ്പോൾ ആ മേഖലയിൽ നിന്നുള്ള കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാവായിരുന്ന റാവുവിന് നിങ്ങൾ ഭാരതരത്നം പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒന്നും വിടുന്നില്ല. അത്രയും നെർവസ് ആണോ? ഇപ്പോഴും ജയിക്കാൻ ഇങ്ങനെയൊക്കെ വേണം എന്നുള്ളൊരു തോട്ടുണ്ടോ? വാസ്തവത്തിൽ എനിക്ക് ചിരി വരികയാണ്. ഭാരതീയ ജനതാ പാർട്ടി ഭാരതത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം 2 കാര്യങ്ങളുണ്ട്. ഒന്ന് രാഷ്ട്രീയവും ഒന്ന് ഭരണവും. ഭരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അർഹതപ്പെട്ടവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു. അത് രാഷ്ട്രീയം നോക്കിയല്ല. അതേസമയത്ത് രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾക്കെതിരായിട്ടുള്ള കക്ഷികളെ ഞങ്ങൾ പിളർത്തുകയോ ഒരുമിപ്പിക്കുകയോ സഖ്യം ചേരുകയോ ഒക്കെ ചെയ്യും. അങ്ങനെയാണല്ലോ ഇവരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കേരളത്തിലും CPM-നെ രണ്ടാക്കാൻ ഞങ്ങൾ നോക്കും. ഈ കേരളത്തിലും കോൺഗ്രസിനെ രണ്ടാക്കാൻ ഞങ്ങൾ നോക്കും. അതൊക്കെ ഞങ്ങളുടെ രാഷ്ട്രീയ താല്പര്യം. അതുപോലെ അവരും ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയാണല്ലോ ABCD എത്ര അക്ഷരമുണ്ടോ അത്ര അക്ഷരത്തിൽ കോൺഗ്രസ് ഇന്ന് ഇന്ത്യയിലുണ്ടായത് ആര് പിളർത്തിയിട്ട്? ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് എത്രണ്ണുണ്ട് ആര് പിളർത്തിയിട്ട്? ആ കൊല്ലത്ത് മാത്രം ഉണ്ടായിരുന്ന RSPയെ വിഴുങ്ങിയില്ലേ? അങ്ങനെ എത്ര എണ്ണത്തിന് വിഴുങ്ങിയ പാർട്ടിയാണ് ഈ CPM? ഇതൊക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്നതാണ്. BJP ഇതൊന്നും ചെയ്യാൻ പാടില്ല.
BJP ഇതൊക്കെ ചെയ്താൽ അത് വലിയ പാതകമാണ്. ഞങ്ങൾ വിറച്ചു തങ്ങൾ വിചാരിച്ചോളൂ എന്ന് ഞങ്ങൾക്ക് വലിയ വിരോധമില്ല. പക്ഷേ കഴിഞ്ഞ ഒക്ടോബർ മാസം തൊട്ട് ഇന്ത്യയിലെ പ്രമുഖ ചാനലുകൾ നടത്തുന്ന സർവേ ഉണ്ട്. ഒക്ടോബർ മാസം മുതൽ ഈ പറഞ്ഞ യാതൊന്നുമില്ലാത്ത കഴിഞ്ഞ 2023 ഒക്ടോബർ മാസം മുതൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചാനലുകൾ നടത്തുന്ന സർവേയിൽ ഏതെങ്കിലും ഒരു സർവേയിൽ BJP പരാജയപ്പെടുമെന്ന് ഉണ്ടായിരുന്നോ? ഞാൻ വെല്ലുവിളിക്കാൻ നിങ്ങളോട് ഉണ്ടായിരുന്നു. 2004 38 സർവേയാണ് ഇന്ത്യ രാജ്യത്ത് നടന്നത്. ആ 38 സർവേയും പറഞ്ഞത് അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിൽ NDA സർക്കാർ തിരിച്ചു വരുമെന്നാണ് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ 2004 കാര്യമല്ല ചോദിക്കുന്നത്, ഞാൻ ചോദിക്കുന്നത് 2023 24 കാര്യമാണ്. സർവേയുടെ കാര്യം ഉണ്ടാവും. കാരണം നിങ്ങളിപ്പോൾ സംസാരിക്കും അല്ല, സർവേയുടെ കാര്യത്തിൽ ഞാൻ ഒരു കാര്യം പറയാം. 2004 കാര്യം നിങ്ങളെടുത്തോ. അവിടെ വാജ്പേയി നേതൃത്വം നൽകിയ LK അദ്വാനി നേതൃത്വം നൽകിയ BJPക്ക് ഒരു തകരാറ് സംഭവിച്ചില്ല. ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന സീറ്റൊക്കെ ഞങ്ങൾക്ക് കിട്ടി. നിഷേധിക്കാൻ പറ്റുമോ? നിങ്ങൾ BJPയുടെ വോട്ട് പെർസെൻറ്റേജോ BJPയുടെ മറ്റേ സീറ്റോ കുറഞ്ഞോ? ഇല്ല. കുറഞ്ഞതാർക്കാ? കുറഞ്ഞത് DMKക്കാ. കുറഞ്ഞതാർക്കാ? ആന്ധ്രയിലെ സഖ്യകക്ഷിക്കാ. ആന്ധ്രയിലെ സഖ്യകക്ഷിയും DMKയും അന്ന് ഞങ്ങളോടൊപ്പം നിലനിന്നിരുന്ന സീറ്റ് പിടിച്ചിരുന്നെങ്കിൽ വീണ്ടും അധികാരത്തിൽ വന്നേനെ. BJPക്ക് അല്ല കുഴപ്പമുണ്ടായത്. ഞാൻ BJPയുടെ പ്രതിനിധിയാണ്. ഞാൻ BJPയെക്കുറിച്ച് മാത്രമേ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. എന്തായാലും ഞാൻ താങ്കൾ പറഞ്ഞതിന് 1-2 കാര്യങ്ങളൂടെ പറയാനുണ്ട്. പക്ഷേ അതിനു മുമ്പ് എനിക്ക് നമ്മുടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞതിനോടൊന്ന് പ്രതികരിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ട നൗഷദ് അലി, നമ്മുടെ നാടിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന കോൺഗ്രസ് നേതാക്കന്മാരായിരുന്ന ഇന്ദിരാഗാന്ധിയും അതേപോലെ തന്നെ രാജീവ് ഗാന്ധിയും രാജ്യദ്രോഹികളുടെ അല്ലെങ്കിൽ വിധ്വംസക ശക്തികളുടെ വെടിയുണ്ടയേറ്റാണ് മരിച്ചത്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. അവരുടെ രക്തസാക്ഷിത്വത്തെ നമ്മളിപ്പോഴും ബഹുമാനിക്കും, എപ്പോഴും ആദരിക്കും. പക്ഷേ എന്നു വെച്ചിട്ട് കുടുംബാധിപത്യത്തെ പിന്തുണയ്ക്കാൻ കഴിയില്ല. കുടുംബാധിപത്യം എന്ന് പറയുന്നത് നെഹ്റു കുടുംബത്തിന് മാത്രം ആധിപത്യം. ഞാൻ ചോദിക്കട്ടെ, നമ്മളൊക്കെ രാഷ്ട്രീയ വിദ്യാർത്ഥികളല്ലേ? സ്വതന്ത്ര ഭാരതത്തിൽ ആ 1947 എന്ന് പറയുന്ന സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് എത്ര കുടുംബം ഉണ്ടായിരുന്നു? പട്ടേലിൻ്റെ കുടുംബം ഉണ്ടായിരുന്നു. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞതാണ്. പട്ടേലിൻ്റെ കുടുംബം ഉണ്ടായില്ലേ? ആ പട്ടേലിൻ്റെ മകൾ മണിബൻ ഭിക്ഷ എടുത്തില്ലേ ഡൽഹിയിലെ തെരുവീതികളിൽ അലഞ്ഞില്ലേ? എന്തേ നിങ്ങളാരും മൈൻഡ് ചെയ്തില്ല? എന്തേ ആരും ശ്രദ്ധിച്ചില്ല? ആ കുടുംബത്തിന് എന്തെങ്കിലും കിട്ടിയോ? ആ കുടുംബത്തിലെ ആർക്കും യോഗ്യതയില്ലാത്തത് കൊണ്ടാണ്. രാജേന്ദ്ര പ്രസാദിൻ്റെ ആയാലും ശരി, മഹാത്മാഗാന്ധിയുടെ ആയാലും ശരി, പട്ടേലിൻ്റെ ആയാലും ശരി, സുഭാഷ് ചന്ദ്രബോസിൻ്റെ ആയാലും ശരി, എന്ത് സമീപനമാണ് കോൺഗ്രസ്, എന്ത് സമീപനമാണ് നെഹ്റു സ്വീകരിച്ചത്? എന്നിട്ട് ഇപ്പം നിങ്ങൾ പറയാണ് നോൺ അലൈൻമെൻ്റ് ഒക്കെ കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വരുമ്പോൾ അന്നത്തെ പ്രസിഡന്റ് പ്രഖ്യാപിച്ചു. പൊന്നി ചങ്ങാതി, നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് 1961 ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ പഠിച്ചിട്ടുള്ളത് 1961. അതെനിക്ക് തോന്നുന്നു യുഗോസ്ലോവിയയിലെ 1961 നടന്ന ഫസ്റ്റ് കോൺഫറൻസിലാണ് ആ ചേരിചേര നയം അന്താരാഷ്ട്ര നിലവാരത്തിൽ നെഹ്റു പ്രഖ്യാപിക്കുന്നത്. അല്ലാണ്ട് 55-ലൊന്നുമല്ല. അത് നിങ്ങൾ എന്തു പറഞ്ഞാലും എനിക്ക് വിരോധമില്ല. പക്ഷേ എൻ്റെ ചോദ്യം ഇതാണ്, എന്തുകൊണ്ട് നെഹ്റു ഭരിക്കുന്ന കാലഘട്ടത്തിൽ സുഭാഷ് ചന്ദ്രബോസിന് കൊടുത്തില്ല? എന്തുകൊണ്ട് നെഹ്റു ഭരിക്കുന്ന കാലഘട്ടത്തിൽ പട്ടേലിന് കൊടുത്തില്ല? 55-ൽ പട്ടേൽ ഭരിച്ചില്ലേ? എന്തുകൊണ്ട് കൊടുത്തില്ല? ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ നിങ്ങൾ ബാധ്യസ്ഥരല്ലേ? ഇപ്പോൾ നിങ്ങൾ പറയുന്നു എല്ലാം മോദി. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ നാട്ടിൽ 3 കോടി വീടുകൾ ഈ നാട്ടിൽ വെച്ചു കൊടുത്തു. ആ 3 കോടി വീടുകൾ പാവപ്പെട്ടവർക്ക് വെച്ചു കൊടുത്തപ്പോൾ അതിൻ്റെ പേരെന്താ? പ്രധാനമന്ത്രി ആവാസ് യോജന. നെഹ്റു ഭരിക്കുമ്പോഴും ഇന്ദിരാഗാന്ധി ഭരിക്കുമ്പോഴും വീട് കൊടുത്തു. ഇന്ദിരാഗാന്ധി ആവാസ് യോജന, നെഹ്റു ആവാസ് യോജന. ഇന്ന് മോദി ആവാസ് യോജന അല്ല, പ്രധാനമന്ത്രി ആവാസ് യോജന. നിങ്ങളത് മനസ്സിലാക്കണം. 450 പദ്ധതികളാണ് നെഹ്റുവിൻ്റെ കാലത്ത്. ദ വീക്ക് എന്ന് പറയുന്ന മാസിക കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്ന മാസികയാണ്. ആ മാസികയിൽ വലിയ വിശദമായിട്ടുള്ള ഒരു ലേഖനം വന്നിരുന്നു. ദ വീക്കിൽ 452 പദ്ധതികൾ ഈ സ്വതന്ത്ര ഭാരതത്തിൻ്റെ ആ ഭരണകാലഘട്ടത്തിൽ ഉണ്ടായി. ആ 452 പദ്ധതികളിൽ 412 പദ്ധതികളും ഈ നെഹ്റു കുടുംബത്തിൻ്റെ പേരിലാണ്. എന്തേ വല്ലഭായ് പട്ടേലിൻ്റെ പേരിൽ നിങ്ങൾ തുടങ്ങിയില്ല അത്രയധികം? എന്തേ നിങ്ങൾ സുഭാഷ് ചന്ദ്രബോസിൻ്റെ പേരിൽ തുടങ്ങിയില്ല? സുഭാഷ് ചന്ദ്രബോസും സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയതല്ലേ? വല്ലഭായ് പട്ടേലും സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയതല്ലേ? എന്തേ നെഹ്റുവിന് മാത്രം പ്രത്യേകത? പിന്നെ ഇപ്പം നരസിംഹറാവുവിൻ്റെ കാര്യം പറഞ്ഞു. ഇവിടെ അരുൺകുമാർ പറഞ്ഞു നരസിംഹറാവുവിൻ്റെ കാര്യത്തിൽ അയോധ്യയിൽ എന്താ പറയുക ആ തർക്കക്കെട്ടിടം. അതൊന്നുമല്ല. നരസിംഹറാവുവിൻ്റെ കാലഘട്ടത്തിലാണ് ഭാരതത്തിൻ്റെ
വികസനം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ലൈസൻസ് രാജിൽ നിന്ന്, അതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത്, ലൈസൻസ് രാജിൽ നിന്ന് സ്വതന്ത്ര കമ്പോളത്തിലേക്ക് ഇന്ത്യയെ ചലിപ്പിച്ചത് നരസിംഹറാവു ആണ്. ഇന്ന് നെഹ്റുവിൻ്റെ സാമ്പത്തിക നയമായിരുന്നു ഇന്ത്യ പിന്തുടർന്നിരുന്നതെങ്കിൽ ഇന്ത്യ ഒരു കേരളത്തിലെ KSRTC ഭാര്യയായേനെ. ഏറ്റവും ഇൻസ്ട്രുമെന്റലായ പങ്ക് വഹിച്ച ഒരാള് മൻമോഹൻ സിംഗ് ആണ്, അന്നത്തെ ധനമന്ത്രി. അത് കഴിഞ്ഞ് അദ്ദേഹം 10 വർഷം ഇന്ത്യ പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ ഭരിച്ചു. അപ്പൊ അടുത്ത ആഴ്ച മൻമോഹൻ സിംഗിന് ഒരു ഭാരതരത്നം പ്രഖ്യാപിക്കുമായിരിക്കും അല്ലേ? യോഗ്യതയുണ്ടെ പ്രഖ്യാപിക്കും. അതെന്താ യോഗ്യത കുറവുണ്ടെങ്കിൽ അതിനകത്ത് മൻമോഹൻ സിംഗ് എന്നല്ല. മൻമോഹൻ സിംഗിന് എന്താ യോഗ്യത കുറവ്? താങ്കൾ ഈ പറഞ്ഞ സാമ്പത്തിക മാറ്റത്തിന് ചുക്കാൻ പിടിച്ചത് മൻമോഹൻ സിംഗ് ആണ്. അതിനുശേഷം ഇന്ത്യയെ 10 കൊല്ലം നയിച്ചത് 2004 മുതൽ 2014 വരെ മൻമോഹൻ സിംഗ് ആണ്. അപ്പൊ റാവുവിനുള്ള യോഗ്യതയിൽ ഏത് യോഗ്യതയാണ് മൻമോഹൻ സിംഗിന് ഇല്ലാത്തത്? ഞാനത് മൻമോഹൻ സിംഗിന്റെ കാര്യത്തിൽ തർക്കം പറഞ്ഞില്ലല്ലോ എന്ന്. അത് നോക്കി ചെയ്യുമെന്ന്. ഞാനിപ്പോ മൻമോഹൻ സിംഗിന്റെ കാര്യം പറയാനല്ലല്ലോ ഇരിക്കുന്നത്. അത് ഗവൺമെന്റ് നോക്കിയിട്ട് ചെയ്യും. ഞാൻ പറഞ്ഞു വന്നത് നരസിംഹറാവുവിന്റെ കാലത്താണ്. മാത്രമല്ല, ഈ നെഹ്റു ലെഗസിയിൽ നിന്ന്, അത് നിങ്ങൾ രാഷ്ട്രീയമാണെന്ന് വ്യാഖ്യാനിച്ചാൽ എനിക്ക് വിരോധമില്ല, നെഹ്റു ലെഗസിയിൽ നിന്ന് മാറി ചിന്തിച്ച, നെഹ്റുവിൻ്റെ കുടുംബത്തിൻ്റെ ചരടില്ലാതെ സഞ്ചരിച്ച് ഭാരതത്തിൻ്റെ നിങ്ങൾ പറയുന്ന നോൺ അലൈൻമെന്റ് കൺസെപ്റ്റ് പറയുകയും റഷ്യക്ക് വേണ്ടി അടിമപ്പണി ചെയ്യുകയും ചെയ്ത ആ ഒരു കോൺഗ്രസിന്റെ നെഹ്റുവിയൻ പാരമ്പര്യത്തിന് അപ്പുറത്തേക്ക് പോയി അമേരിക്കയുമായിട്ടും എന്തിന് ഇസ്രയേലുമായിട്ട് നയതന്ത്ര ബന്ധമുണ്ടാക്കിയ, ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു വരട്ടെ, ഇസ്രയേലുമായിട്ട് നയതന്ത്ര ബന്ധമുണ്ടാക്കിയത് ആരായിരുന്നു? ഇസ്രയേലുമായിട്ട് നയതന്ത്ര ബന്ധമുണ്ടാക്കിയത് നരസിംഹറാവു ആയിരുന്നു. അപ്പോൾ എല്ലാ അർത്ഥതലങ്ങളിലും ഭാരതത്തെ മുന്നോട്ട് നയിക്കാൻ മുന്നോട്ട് നയിച്ച ഇന്ന് ഭാരതം 5ാമത്തെ സാമ്പത്തിക ശക്തിയായി മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലെ ഒരു ശക്തമായ കരം അത് നരസിംഹറാവു ഓപ്പൺ ചെയ്തു കൊടുത്തതാണ്. ആ ഓപ്പൺ ചെയ്തു കൊടുത്ത നരസിംഹറാവുവിന് ഭാരതരത്നം കൊടുക്കുന്നതിൽ എന്താണെന്ന് ഇത്ര വലിയ വിഷമം? ആർക്കാണ് വിഷമം? അപ്പൊ അതൊക്കെ അർഹതപ്പെട്ട കൈയാണ്. മൻമോഹൻ സിംഗിന് അർഹതപ്പെട്ട കൈയാണ്, അദ്ദേഹത്തിനും കിട്ടും, യാതൊരു സംശയവുമില്ല. ശരി, ഓക്കെ. എന്തായാലും നാമിന്റെ എന്തെങ്കിലും പരിപാടിയിൽ പങ്കെടുക്കാൻ പോയതാണെന്ന് അറിയില്ല. ജവഹർലാൽ നെഹ്റു ഒരു വിദേശ പര്യടനം കഴിഞ്ഞ് മടങ്ങിയെത്തിയതിന് ശേഷം രാഷ്ട്രപതി കൊടുത്ത ഒരു വിരുന്നിലാണ് അന്നത്തെ രാഷ്ട്രപതി ബാബു രാജേന്ദ്ര പ്രസാദ് ഞാൻ പ്രധാനമന്ത്രിയുടെയോ മന്ത്രിസഭയുടെയോ അനുമതി അല്ലാതെ ഒരു കാര്യം തീരുമാനിച്ചു പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജവഹർലാൽ നെഹ്റുവിന്റെ ഭാരതരത്ന അറിയിച്ചത്. അത് റെക്കോർഡഡ് ആയിട്ടുള്ള ഒരു ഫാക്റ്റാണ്. നെഹ്റു ചെയർ ചെയ്ത മന്ത്രിസഭയല്ല, നോൺ അലൈൻമെന്റ് ആയിരിക്കില്ല. എന്തായാലും നെഹ്റു ചെയർ ചെയ്ത മന്ത്രിസഭയല്ല നെഹ്റുവിന്റെ ഭാരതരത്ന തീരുമാനിച്ചിട്ടുള്ളത്. അത് ആണ് ഞാൻ ഇതിനകത്ത് പറയാൻ എന്താ പറയാ, അത് അറിയാവുന്ന കാര്യമായതുകൊണ്ട് ഞാൻ അതിലെനിക്ക് ഡിസ്പ്യൂട്ടില്ല. ശരി, അതെനിക്ക് ഡിസ്പ്യൂട്ടില്ല. ഞാൻ നോൺ അലൈൻമെന്റ് എന്ന് മിസ്റ്റർ നൗഷദ് അലി പറഞ്ഞതുകൊണ്ട് പറഞ്ഞു. ശരി, ഓക്കെ. ശ്രീ നൗഷാദ് അലി, ഇവിടെ ഇപ്പോ നരസിംഹറാവുവിന് ഭാരതരത്ന കൊടുത്തു എന്ന് പറയുമ്പോൾ ഒരു കോൺഗ്രസ് പ്രധാനമന്ത്രിക്ക് ഭാരതരത്ന കൊടുത്തു എന്നുള്ളതാണ്. അത് കോൺഗ്രസിനെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണോ? നരസിംഹറാവു 1996 ശേഷം കോൺഗ്രസിൽ നിന്ന് ഒരു അന്യവൽക്കരണം നേരിട്ട നേതാവാണ് എന്ന് മാത്രമല്ല, സമീപകാലത്താണ് ഒരു കോൺഗ്രസ് നേതാവ് പറഞ്ഞത് ഇന്ത്യയിലെ ആദ്യത്തെ BJP പ്രധാനമന്ത്രിയായിരുന്നു നരസിംഹറാവു എന്ന്. അപ്പോൾ നിങ്ങൾ നരസിംഹറാവുവിന്റെ സ്ഥാനലബ്ധിയെ, ഈ പുരസ്കാര ലബ്ധിയെ സന്തോഷത്തോടെയാണോ കാണുന്നത്, അതോ BJPയുടെ ട്രിക്കായിട്ടാണോ കാണുന്നത്? ഞാൻ അഭിലാഷ, ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. ഞാൻ അതിന് മറുപടി പറയുക തന്നെ ചെയ്യും. ഞാൻ അതിന് മുമ്പായിട്ട് ശ്രീ ഗോപാലകൃഷ്ണനോട് ഒരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്. അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ കുറേ ചർച്ചയിലായിട്ട് വന്നിരുന്ന് പറയുന്നുണ്ട്, സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ മകൾ മണിബെൻ പട്ടേൽ ഡൽഹിയിൽ പിച്ചതണ്ടി നടന്നപ്പോൾ എന്നൊക്കെ. എന്തൊക്കെയാണ് അദ്ദേഹം പറയുന്നത് എന്ന് ഓർത്ത് ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഈ മണിബെൻ പട്ടേലിൻ്റെ കാര്യമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, വല്ലഭായ് പട്ടേലിൻ്റെ മകൾ 52 മുതൽ 57 വരെ കോൺഗ്രസ് ടിക്കറ്റിൽ പാർലമെൻറ്റ് അംഗമാണ്. 57 തൊട്ട് 62 വരെ കോൺഗ്രസ് ടിക്കറ്റിൽ പാർലമെൻറ്റ് അംഗമാണ്. 62-ൽ മത്സരിച്ചപ്പോൾ നിങ്ങളുടെ ജനസംഘവും സ്വരാജ് പാർട്ടിയും ചേർന്ന് അവരെ തോൽപ്പിച്ചു. അപ്പോൾ 64-ൽ കോൺഗ്രസ് അവരെ രാജ്യസഭാ അംഗമാക്കി. 70 വരെ അവർ രാജ്യസഭാ അംഗമായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് മണിബെൻ പട്ടേലിൻ്റെ ചരിത്രം. അവർ പിന്നെ ഗാന്ധിജിയുടെ ഏറ്റവും വിശ്വസ്തയായ ശിഷ്യയായിരുന്നു. ഗാന്ധിജിയുടെ കൂടെ യൂറോപ്പ് പര്യടനമടക്കം നടത്തിയ വലിയ ചരിത്രത്തിൽ ഇടം പിടിച്ചൊരു സ്ത്രീയാണ്. നിങ്ങൾ അവരെ പിച്ചതണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ വൈര
നിര്യാതന ബുദ്ധിക്ക് അവരെ ഇകഴ്ത്തി കാട്ടിയതുകൊണ്ട് എന്ത് കാര്യമോ? ചരിത്രത്തോടൊക്കെ ഇങ്ങനെയൊന്നും കൊഞ്ഞനം കുത്തരുത്. പിന്നെ നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ച ഒന്നല്ല. അത് 1952-ലോ 50-കളിലോ തൊട്ട് അധ്വാനിച്ച് പരിശ്രമിച്ച് ആളുകളെ ഏകോപിപ്പിച്ച് ആ ആശയം പകർന്ന് നൽകി രൂപപ്പെടുത്തിയ ഒന്നാണ്. അതിൻ്റെ പ്രഖ്യാപനമുണ്ടായത് 60-കളുടെ ആദ്യത്തിലാകാം, പക്ഷെ അത് ആ സുപ്രഭാതത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ തലയാഴ്ചയിലോ രൂപപ്പെട്ട ഒന്നല്ല. നെഹ്റു അതിനുവേണ്ടി ലോകമാകമാനം പര്യടനം നടത്തിയിരുന്നു, പല ആളുകളുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിരുന്നു, വലിയ ആശയപ്രചരണമൊക്കെ നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നെഹ്റു തിരിച്ചു വന്നൊരു വേളയിലാണ് നേരത്തെ പറഞ്ഞ പോലെ രാജേന്ദ്ര പ്രസാദ് ഇത്തരത്തിലൊരു അത്താഴ വിരുന്നിനിടയിൽ ഒരു പ്രഖ്യാപനം നടത്തിയത്. ഇനി നരസിംഹറാവുവിന് ഭാരതരത്ന കിട്ടിയതിൽ കോൺഗ്രസിൻ്റെ നിലപാടെന്താണെന്ന് ചോദിച്ചത്. ഞങ്ങൾ നരസിംഹറാവു എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഒരു നേതാവും കോൺഗ്രസിൻ്റെ ഒരു പ്രധാനമന്ത്രിയും കോൺഗ്രസിൻ്റെ വ്യത്യസ്തമായ ഭരണങ്ങളിൽ ധനമന്ത്രി പദവി അടക്കമുള്ള വലിയ പദവികൾ വഹിച്ച ആളൊക്കെയാണ്. അദ്ദേഹത്തിൻ്റെ കഴിവിലോ വലിപ്പത്തിലോ ഒന്നും കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്തുണ്ടായ ബാബരി മസ്ജിദിൻ്റെ തകർച്ചയിൽ തീർച്ചയായിട്ടും കോൺഗ്രസ് പാർട്ടിക്ക് വലിയ വിയോജിപ്പും അഭിപ്രായ ഭിന്നതയും വേദനയുമുണ്ട്. അത് പലപ്പോഴായിട്ട് കോൺഗ്രസ് പാർട്ടി പ്രകടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ കോൺഗ്രസ് പാർട്ടിക്കകത്തൊരു നേതാവിനെ കുറിച്ച് വ്യത്യസ്തങ്ങളായ കമൻറ്റുകളൊക്കെ ആരെങ്കിലുമൊക്കെ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ ഒരു നിലപാടാണ് എന്നതിനെ ചിത്രീകരിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം പണ്ഡിറ്റ് നെഹ്റുവിനെയും മഹാത്മാഗാന്ധിയെയും വരെ വിമർശിച്ച ഒരുപാട് നേതാക്കൾ കോൺഗ്രസ് പാർട്ടിയിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആ അത്തരം കമൻറ്റുകളെ സാമാന്യവൽക്കരിക്കേണ്ട കാര്യമില്ല. നരസിംഹറാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കോൺഗ്രസിൻ്റെ നേതാവ്, AICC പ്രസിഡന്റ്, ഈ കോൺഗ്രസ് പ്രതിനിധിയായിട്ട് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഒക്കെ ആയിരുന്ന ആളാണ്. അതൊക്കെ ഒരു വസ്തുതയാണ്. അതിനെ കണ്ടില്ല എന്ന് നിങ്ങൾ നടിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല എന്നാണ് അഭിലാഷ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്തരത്തിലൊക്കെയാണ് ഇതിന്റെ ഒരു കഥാകഥനം. റാവുവിന്റെ അവസാന കാലം എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാലം അല്ലല്ലോ. എന്തുകൊണ്ടാണ് നമ്മുടെ പ്രധാനമന്ത്രിമാരിൽ ഡൽഹിയിൽ സമാധിയില്ലാത്ത അല്ലെങ്കിൽ ഡൽഹിയിൽ സ്മാരകമില്ലാത്ത ഒരു നേതാവ് വേറെ ഉണ്ടോ? 5 വർഷം പ്രധാനമന്ത്രിയായ ആദ്യത്തെ നെഹ്റു കുടുംബത്തിൽ നിന്ന് അല്ലാതെ 5 കൊല്ലം കണ്ടിന്യൂസ് ആയി പ്രധാനമന്ത്രിയായ ആദ്യത്തെ വ്യക്തിയാണ് ഇദ്ദേഹം. നമുക്കറിയാം 98-ൽ അദ്ദേഹത്തിന് സീറ്റ് നിഷേധിക്കപ്പെട്ടപ്പോൾ സീതാറാം കേസരി അതിന് കാരണം പറഞ്ഞത് ബാബറി മസ്ജിദ് പൊളിച്ചതാണ്. 24 അക്ബർ റോഡിലെ കോൺഗ്രസിന്റെ ആസ്ഥാനത്തേക്ക് അദ്ദേഹത്തിന്റെ ശവമഞ്ചം കയറ്റാൻ പോലും 2004-ൽ അദ്ദേഹം മരിച്ച സമയത്ത് കോൺഗ്രസ് തയ്യാറായിരുന്നില്ല എന്നുള്ളതൊരു ചരിത്ര സത്യമാണ്. അപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ സമീപകാല ഭൂതകാലത്തിൽ കോൺഗ്രസ് മറക്കാൻ ആഗ്രഹിക്കുന്ന, ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു നേതാവിനെയാണ് BJP പുരസ്കരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഈ സന്ദർഭത്തിന്റെ സവിശേഷത. അല്ല, നിങ്ങൾ അങ്ങനെയൊക്കെ അതിനെ വ്യാഖ്യാനിക്കുന്നതിനെയൊന്നും എതിർക്കാൻ ഞാൻ ആളല്ല. പക്ഷെ ഞാൻ എൻ്റെ നിലപാടാണ് പറയുന്നത്. നരസിംഹറാവുവിൻ്റെ അന്ത്യകർമ്മങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ കുടുംബം അഭിലഷിച്ചതിനനുസരിച്ച് വളരെ കൃത്യമായിട്ട് നടന്നിട്ടുണ്ട്. അവരെന്താണോ തീരുമാനിച്ചത് അതിനനുസരിച്ചാണ് ആ കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ഏതെങ്കിലും തരത്തിൽ ആ കുടുംബത്തെ അറിയിച്ചതായിട്ട് എനിക്കറിയില്ല. മക്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അല്ല, കോൺഗ്രസ് പാർട്ടിയെ അത്തരമൊരു ആവശ്യമായിട്ട് സമീപിച്ച് കോൺഗ്രസ് അതിനെ നിഷേധിച്ച് അത്തരത്തിലൊരു സമീപനം കോൺഗ്രസ് പാർട്ടി സ്വീകരിക്കുന്നൊരു പ്രശ്നമില്ല. കാരണം അത്തരമൊരു നയമോ രീതിയോ ഒന്നും കോൺഗ്രസ് പാർട്ടിക്കില്ല. അതുകൊണ്ട് ഇതൊക്കെ അവിശ്വസനീയമായ ഓരോ കള്ളങ്ങൾ മാത്രമാണ്. പിന്നെ സ്വാഭാവികമായിട്ടും കൂട്ടി വായിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. രാഷ്ട്രീയത്തിൽ ഇത്തരത്തിലുള്ള എക്സ്ക്ലൂസീവുകൾക്ക് പുറകെയാണ് മാധ്യമങ്ങളായാലും മറ്റു രാഷ്ട്രീയ നിരീക്ഷകരായാലും പോകാറുള്ളത്. അതിന്റെ ഭാഗമായിട്ട് മാത്രമേ ഞാനതിനെ കാണാൻ താല്പര്യപ്പെടുന്നുള്ളൂ. ശരി, ഓക്കെ. ഇവിടെ ശ്രീ അരുൺകുമാർ, ഇതിപ്പോ പള്ളി പൊളിക്കാൻ വേണ്ടി യാത്ര നടത്തിയ ആൾക്കും പള്ളി പൊളിച്ച സമയത്തെ പ്രധാനമന്ത്രിക്കും ഒക്കെ ഭാരതരത്ന കൊടുത്തു എന്നൊക്കെയുള്ള കേവല വായനയ്ക്കപ്പുറത്ത് BJP ഓരോ കാര്യം ചെയ്യുന്നതിനും അവർക്ക് അതിൻ്റെതായ ആവശ്യങ്ങളുണ്ട്. അത് ഇങ്ങനെ ഈ പറഞ്ഞ ഭൂതകാലത്തിലെ ഏതെങ്കിലും കാര്യങ്ങളെ അംഗീകരിക്കുക എന്നുള്ളതല്ല. ഇപ്പോൾ വെസ്റ്റേൺ UP നമുക്കറിയാം, കർഷക പ്രക്ഷോഭം 2ാം മോദി സർക്കാരിന്റെ കാലത്താണ് നടന്നത്. ജാട്ട് വിഭാഗക്കാരായ കർഷകർ ഇപ്പോഴും സർക്കാരിനെതിരെ ഒരു തരത്തിലുള്ള വിപ്രതിപത്തി സൂക്ഷിക്കുന്ന ആളുകളാണ്. അപ്പൊ അത് കംപ്ലീറ്റ്ലി ഇല്ലാതാക്കുക, ഒരു ജാട്ട് നേതാവിനെ, ഒരു കർഷക നേതാവിനെ, ചൗധരി ചരൺ സിംഗിനെ ആ തരത്തിൽ ആദരിക്കുക, അദ്ദേഹത്തിന്റെ കൊച്ചുമകന്റെ പാർട്ടിയെ മുന്നണിയിലേക്ക് കൊണ്ടുവരിക, അത് കൃത്യമായ വളരെ ആലോചിച്ചെടുത്തിട്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കമാണ്. OBC വിഭാഗങ്ങൾ, ഇപ്പൊ
ജാതി സർവേ പ്രഖ്യാപിച്ചത് ആരാണ്? ആദ്യമായിട്ട് ജാതി സർവേ സാധ്യത പ്രായമാക്കിയത് നിതീഷ് കുമാറാണ്. OBC പൊളിറ്റിക്സ്, മണ്ഡൽ പൊളിറ്റിക്സ് ഇപ്പോഴും പ്രസക്തമായിട്ടുള്ള ഒരു ഇടം ബീഹാറാണ്. അവിടെയാണ് കർപ്പൂരി താക്കൂറിന് പുരസ്കാരം കൊടുക്കുകയും അദ്ദേഹത്തിന്റെ ശിഷ്യരെന്ന് അവകാശപ്പെടുന്ന JDU-വിനെ സ്വന്തം മുന്നണിയിലേക്ക് എത്തിച്ചതും. ആന്ധ്ര തെലങ്കാന മേഖലയിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് റാവുവിന് ഈ ഭാരതരത്ന കൊടുക്കുന്നത്. ഈ റാവുവിനെ പോലെ ഒരു ആന്ധ്രയുടെ അല്ലെങ്കിൽ ഒരു തെലങ്കാനയുടെ പുത്രനെ കോൺഗ്രസ് ഈ തരത്തിൽ അവഹേളിച്ചു എന്ന ഒരു കൃത്യമായ രാഷ്ട്രീയ സന്ദേശവും ഒരു രാഷ്ട്രീയ വായനയും അവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതല്ലാതെ പള്ളി പൊളിച്ചപ്പോൾ അങ്ങേര് പ്രധാനമന്ത്രിയായിരുന്നു എന്നുള്ളതുകൊണ്ട് ഇപ്പൊ പുരസ്കരിച്ചേക്കാമെന്ന് വിചാരിക്കുന്നതൊന്നുമല്ല. എല്ലാം കൃത്യമായ കാൽക്കുലേഷൻസിന്റെ അടിസ്ഥാനത്തിലാണ്. അത് നമുക്ക് കൃത്യമായിട്ട് ഈ ഭാരതരത്ന കൊടുത്ത വർഷവും അത് വാങ്ങിച്ച വ്യക്തികളെയും പരിശോധിച്ചാൽ തന്നെ നമുക്ക് ബോധ്യപ്പെടും. ഇപ്പൊ 2015 അടൽ ബിഹാരി വാജ്പേയിക്ക് കൊടുത്തത്. അപ്പോൾ അദ്ദേഹം മുൻ പ്രധാനമന്ത്രി എന്ന രൂപത്തിൽ ശ്രീ അടൽ ബിഹാരി വാജ്പേയിക്ക് കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് മുമ്പേ പ്രധാനമന്ത്രിയായിരുന്ന ആളാണല്ലോ ശ്രീ PV നരസിംഹറാവു. ശ്രീ അടൽ ബിഹാരി വാജ്പേയിക്ക് പ്രധാനമന്ത്രിയാവുന്നതിന് 10-15 വർഷം മുമ്പ് പ്രധാനമന്ത്രിയായ ആളല്ലേ ശ്രീ ചരൺ സിംഗ്. അന്ന് പ്രധാനമന്ത്രി എന്ന രൂപത്തിൽ ശ്രീ അടൽ ബിഹാരി വാജ്പേയിയുടെ പേര് പരിഗണിക്കുമ്പോൾ അതിനു മുമ്പേ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ PV നരസിംഹറാവുവിനെയും ചരൺ സിംഗിനെയും ഒന്നും BJP കണ്ടില്ലല്ലോ. ഇപ്പൊ 5-8 വർഷം അതിനും കഴിഞ്ഞ് ഈ തെരഞ്ഞെടുപ്പിന്റെ 2 മാസം മുമ്പ് മുൻ പ്രധാനമന്ത്രിമാർ അവർ രാജ്യത്തിന് കുറെ സേവനം ചെയ്തിരുന്നു എന്ന രൂപത്തിൽ ഇപ്പോൾ പ്രഖ്യാപിക്കുമ്പോൾ അതിൽ വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട് എന്ന് എല്ലാവർക്കും കൃത്യമായി ബോധ്യപ്പെടും. അതോടൊപ്പം തന്നെ ബാബറി മസ്ജിദ് തകർത്തയാൾക്കും തകർക്കാൻ നേതൃത്വം കൊടുത്തയാൾക്കും അത് അനുവദിച്ചയാൾക്കും കൊടുത്തു എന്നത് കേവലം തള്ളിക്കളയേണ്ട കാര്യമല്ല, അതിലും കൃത്യമായിട്ട് രാഷ്ട്രീയമുണ്ട്. ഇപ്പോൾ 29ഓളം കക്ഷികൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി അണിനിരന്നു. ആ 29ഓളം കക്ഷികൾ ഒറ്റ മനസ്സോടെ നിന്നാൽ ഭരണ തുടർച്ചയിലേക്ക് വരാൻ കഴിയില്ല എന്ന ബോധ്യം NDAക്കുണ്ട്. അതുകൊണ്ട് എല്ലാ തരത്തിലും ആ മുന്നണിയെ തകർക്കാനും ആ മുന്നണിയുടെ ഭാഗമായി അണിനിരുന്നവരെ തിരിച്ചു കൊണ്ടുവരാനും ഉള്ള രാഷ്ട്രീയ അജണ്ട പൂർത്തീകരിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിൽ ഇപ്പോ ജനതാദൾ യുവിന്റെ കാര്യത്തിൽ അവർ വിജയിച്ചു, RLDയുടെ കാര്യത്തിലും അവർ വിജയിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നതാണ് കഴിഞ്ഞ 2-3 ദിവസമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവനകളും ഇടപെടലുകളും എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി അവർ ഭരണഘടനാ സ്ഥാപനങ്ങളെ ദുരുപയോഗം ചെയ്യുന്നു. ഇപ്പൊ കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ പച്ചയായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയല്ലേ. ഇപ്പൊ അരവിന്ദ് കെജ്രിവാൾ തന്നെ പറഞ്ഞില്ലേ, BJP ആയി മാറണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരവധി ആളുകൾ ഞങ്ങളെ സമീപിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് അദ്ദേഹം പരസ്യമായി തുറന്നു പറഞ്ഞു. 5ാമത്തെ സമൻസാണ് ED അദ്ദേഹത്തിന് അയച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ NCPയെ പിളർത്ത കാര്യത്തിലും അതുപോലെ ശിവസേനയെ പിളർത്തിയ കാര്യത്തിലും അവിടെ സ്പീക്കറെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ രാഷ്ട്രീയ പ്രവർത്തനം, അതോടൊപ്പം തന്നെ ഇലക്ഷൻ കമ്മീഷനെ ദുരുപയോഗം ചെയ്യുന്നു, രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം കൊടുക്കുന്ന കാര്യത്തിൽ, ചിഹ്നത്തിന്റെ കാര്യത്തിലുമെല്ലാം കൃത്യമായിട്ടുള്ള അജണ്ട വച്ചുള്ള പ്രവർത്തനം നടക്കുമ്പോൾ അത് ഭരണഘടനാ വിരുദ്ധമാണ്. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാരങ്ങളെ ദുരുപയോഗം ചെയ്യുന്നതാണ്. അതുപോലെ പച്ചയായിട്ടുള്ള രാഷ്ട്രീയം കളിയാണ് എന്ന് നമുക്കെല്ലാം വ്യക്തമാകുന്നുണ്ട്. പരമോന്നത നീതിപീഠത്തിൽ നിൽക്കുന്ന കേസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും അതുപോലെ അടുത്ത കാലത്തായി മറ്റു പല കോടതികളിൽ നിന്ന് വരുന്ന കേസുകളിലേക്ക് നയിക്കുന്ന സാഹചര്യമായാലും അതിനുവേണ്ടി ചില ആളുകൾ ഹർജികളുമായി ഇറങ്ങി തിരിച്ചിരിക്കുന്ന സാഹചര്യം എല്ലാം എടുത്ത് പരിശോധിച്ചാൽ ഈ രാഷ്ട്രത്തെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റാൻ, ഹിന്ദുത്വ അജണ്ടയിലേക്ക് ഈ രാഷ്ട്രത്തെ എത്തിക്കുവാൻ, ഭരണഘടനയെ ദുർബലപ്പെടുത്താൻ, അതുപോലെ തന്നെ ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഓരോ ദിവസം മുന്നോട്ട് പോകുമ്പോഴും ഗൗരവത്തോടെ പുറത്തേക്ക് വരുന്ന സാഹചര്യം നാം കാണുകയാണ്. ഇപ്പൊ ഒറ്റ തെരഞ്ഞെടുപ്പ് എന്നത് വരുന്ന 2 ആഴ്ചക്കുള്ളിൽ തന്നെ പ്രഖ്യാപിക്കപ്പെടും എന്ന രൂപത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതായത് ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഓരോ തെരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടിയിട്ടല്ലല്ലോ, തെരഞ്ഞെടുപ്പുകളെ ഇല്ലാത്തൊരു രാഷ്ട്രമാക്കി ഈ രാഷ്ട്രത്തെ മാറ്റണം, അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യ എന്ന പേര് ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് എടുത്തു കളയും. ഇപ്പൊ തന്നെ ഭാരത് എന്ന രൂപത്തിലേക്കായി മാറി. ഇപ്പൊ ക്രിമിനൽ നിയമങ്ങളെല്ലാം അമെന്റ്മെന്റ് വരുത്തിയപ്പോഴും അത് ഹിന്ദി നാമത്തിലേക്കും സംസ്കൃത നാമത്തിലേക്കും എല്ലാം പോയപ്പോ ഇന്ത്യ പോയില്ലോ, എല്ലാം ഭാരതത്തിലേക്ക് ഒതുങ്ങി. ഇപ്പോ സുപ്രീം കോടതി അവസാനം വിധി പറഞ്ഞ കാശ്മീരിന്റെ കേസിലാണെങ്കിലും ആർട്ടിക്കിൾ 3 വിരുദ്ധമാണ് ഒരു സംസ്ഥാനത്തെ കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റി പ്രഖ്യാപിക്കുന്നത്. പൂർണ്ണമായും ആർട്ടിക്കിൾ 3 എതിരാണെങ്കിലും സുപ്രീം കോടതിയിൽ അണ്ടർടേക്ക് ചെയ്തിരിക്കുകയാണ് സോളിസിറ്റർ ജനറൽ. അതുകൊണ്ട് ഞങ്ങൾ അതിലേക്ക് കടക്കുന്നില്ല. കാശ്മീരിന്റെ വിശേഷാധികാരം എടുത്തു കളയാൻ വേണ്ടി സ്വീകരിച്ച വഴികളെല്ലാം ഭരണഘടനാ വിരുദ്ധമാണ്, അത് വളഞ്ഞ വഴിയാണ്, അത് അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷെ എന്നാലും അത് നയപരമായിട്ടുള്ള കാര്യമാണ്, ഇടപെടുന്നില്ല. അപ്പോ എല്ലാ രംഗത്തും ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ തകർക്കാനും ഈ രാജ്യത്തിന്റെ എല്ലാ തരത്തിലുള്ള ബഹുസ്വരതയെ തകർക്കാനും പ്രതിഷേധത്തിന്റെ സ്വരമുയർത്തിയാൽ
പറഞ്ഞില്ലേ, മീനാക്ഷിയിലേക്ക് പറഞ്ഞ വാചകമില്ലേ, മിണ്ടാതിരുന്നോളണം അവിടെ, അല്ലെങ്കിൽ ഇ ഡി വരുമെന്ന് പറഞ്ഞതുപോലെ കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെയും ഗവർണർമാരെയും എല്ലാം ശരിക്കും രാഷ്ട്രീയപരമായി ഉപയോഗിച്ച് സാമ്പത്തിക ഫെഡറലിസം, സഹകരണ ഫെഡറലിസം തകർത്ത് ഈ രാജ്യത്തിന്റെ എല്ലാ നേട്ടങ്ങളെയും സൗഭാഗ്യങ്ങളെയും എല്ലാം തകർത്ത് ഒരു ഹിന്ദുത്വ അജണ്ടയിലേക്ക് ഈ രാഷ്ട്രത്തെ കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് ഇനിയും പ്രഖ്യാപനങ്ങൾ വരും, ഇനിയും ഡിക്ലറേഷൻസ് ഒക്കെ പടിപടിയായി വരും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് വരെ വലിയ രൂപത്തിൽ ഉള്ള പ്രഖ്യാപനങ്ങളെല്ലാം വീണ്ടും ഭരണത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ലക്ഷ്യത്തിലേക്കായിരിക്കും. ശരി, ഓക്കെ. ശ്രീ ബി ഗോപാലകൃഷ്ണൻ 2 ആഴ്ചക്കുള്ളിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്നാണ് എല്ലാവരും കരുതുന്നത്. എന്തായാലും ഫെബ്രുവരി അവസാനം അല്ലെങ്കിൽ മാർച്ച് ആദ്യവാരം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും. ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ കണ്ടതൊന്നും അല്ല വരാനിരിക്കുന്നത് എന്നാണോ? തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ്, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറ്റില്ലല്ലോ. അപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ എന്തെങ്കിലും ആവനാഴിയിൽ ഇരിപ്പുണ്ടോ? പലതും ഉണ്ടാവും. പലതും ചെയ്തു കഴിഞ്ഞല്ലോ. ഇന്നുവരെ ചെയ്യാൻ കോൺഗ്രസ് സർക്കാരുകാർ മടിച്ചതും CPM-ൻ്റെ ആളുകൾക്ക് ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് അവർ പ്രഖ്യാപിച്ചിരുന്നതും ഒരിക്കലും നടക്കില്ല എന്ന് പ്രഖ്യാപിച്ചിരുന്നതും എല്ലാം ഞങ്ങൾ ചെയ്തു. ഞങ്ങൾ പറഞ്ഞതൊക്കെ ചെയ്തു. എന്തൊക്കെയാണോ ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞത് അതെല്ലാം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനിയും ചെയ്യാനുണ്ട്. അതും ഒരു പക്ഷെ വന്നു വരും. അതിൽ പരിഭ്രമിച്ചിട്ട് കാര്യമില്ല. കഴുതക്കാമം കരഞ്ഞു തീർക്കേ രക്ഷയുള്ളൂ. CPM-നോട് എനിക്ക് പറയാനുള്ളത്, നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുന്ന കണ്ടിട്ട് കരഞ്ഞിട്ടൊരു കാര്യമില്ല. ഒന്നുകിൽ നിങ്ങൾ ജനങ്ങളുടെ പിന്തുണ നേടണം. ഹിന്ദുത്വ രാജ്യത്തിലേക്ക് ഭാരതം വരുന്നു. 10 വർഷമായിട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ. 10 വർഷമായിട്ട് ഭാരതം അങ്ങ് ഹിന്ദുത്വ രാജ്യത്തിലേക്കൊന്നും പോയിട്ടില്ലല്ലോ. ഭാരതത്തിലെ ഒരു ജനതയ്ക്കും ഒരു സമുദായത്തിനും ഒരാൾക്കും ഒരു പ്രശ്നവുമില്ല. ഒരു കോൺസ്റ്റിറ്റ്യൂഷനും തകർന്നിട്ടില്ല 10 വർഷമായിട്ട്. പിന്നെ നിങ്ങൾ ഹരിയാനയിലേക്ക് സാർ, നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ മിണ്ടാണ്ടിരിക്കുമ്പോൾ സാർ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ സംസാരിച്ചോ? ഒരു സാമാന്യം വരുന്നതാണ്. ഏത് ചർച്ച വന്നാലും നിങ്ങളുടെ പരിപാടി ഇതാ. ഞാൻ സംസാരിക്കട്ടെ. ശരി, ഇനി മണിപ്പൂരിലേക്ക് നിങ്ങൾ ഈ മണിപ്പൂരിനെ പറ്റി പറയുന്നത് 2014 ശേഷമല്ല മണിപ്പൂർ ഉണ്ടായത്. 2014 മുമ്പ് മണിപ്പൂരുണ്ട്. ആ ചരിത്രം അറിയാത്ത ആൾക്കാരായിരിക്കും ഈ ചാനൽ ചർച്ച വന്നിരിക്കുന്നത്. 2014 മുമ്പുള്ള മണിപ്പൂരിൻ്റെ ചരിത്രം കൂടി ഒന്ന് പഠിച്ചിട്ട് വാ, എന്നിട്ട് നമുക്ക് സംവദിക്കാം. ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ CPM-ൻ്റെ നേതാക്കന്മാരോട് പറ, AKG സെൻറ്ററിൽ ഈ മണിപ്പൂരിൻ്റെ വിഷയത്തിലൂടെ ചർച്ച വയ്ക്കാൻ ഞങ്ങൾ വരാം. അതിനകത്ത് BJP-യോ അല്ലെങ്കിൽ സംഘപരിവാറോ അതോ ഈ സർക്കാരോ ആണോ ഇതിൻ്റെ പിന്നിലുള്ള കലാപം? അതൊരു മതകലാപമാണോ വംശീയ കലാപമാണോ? 2 എന്താ പറയുക ഗോത്ര വർഗ സമുദായങ്ങൾ തമ്മിലുള്ള കലാപമാണോ എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങളൊരു ചർച്ച വയ്ക്ക്. പരസ്യമായിട്ടാണ് നിങ്ങളെ വെല്ലുവിളിക്കുന്നത്. ചാനൽ ചർച്ച വന്നിരുന്ന് വർത്താനം പറയരുത്. ഞാൻ വളരെ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നത് കഴുതക്കാമം കരഞ്ഞു തീർക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് വിരോധമില്ല. പക്ഷേ നമ്മൾ ഒരു കാര്യം വളരെ വളരെ സുനിശ്ചിതമായി പറയാൻ ആഗ്രഹിക്കുന്നത്, ആരുടെ വിഷയത്തിലാണെങ്കിലും ശരി, നരേന്ദ്രമോദി സർക്കാർ പറഞ്ഞതെല്ലാം ചെയ്തുകൊണ്ട് ജനങ്ങളുടെ മുമ്പാകെ നിൽക്കുന്നു. കക്കാതെ നിൽക്കുന്നു. കാട്ടുകള്ളന്മാരപ്പുറത്ത് നിൽക്കുന്നു. ഇതുവരെ ഭാരതം ഭരിച്ചവരെല്ലാം ഈ കോൺഗ്രസിൻ്റെ ഗർഭപാത്രത്തിൽ പറന്നവരാണ് കട്ടുതിന്നത്. കോൺഗ്രസിൻ്റെ ഗർഭപാത്രത്തിൽ പറന്ന സകല പ്രധാനമന്ത്രിമാരും ആകാശവും വായുവും ഭൂമിയും പാതാളവും കട്ടുതിന്നവരാ. കട്ടുതിന്നാതെ സ്വതന്ത്ര ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ സ്വന്തം ചിഹ്നത്തിൽ നിന്ന് ജയിച്ച്, സ്വന്തം ചിഹ്നത്തിൽ 2ാം വട്ടവും ജയിച്ച്, സ്വന്തം ചിഹ്നത്തിൽ 3ാം വട്ടവും ജയിക്കാൻ പോകുന്ന ഒരു പ്രധാനമന്ത്രി, ആ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അഭിമാനമുണ്ട് ഞങ്ങൾക്ക്. ഞങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ അഭിമാനത്തോടെ അത് പറയും. കാരണം ജനങ്ങളുടെ മുമ്പാകെ നട്ടെല്ല് നിവർത്തി അത് പറയാൻ ഞങ്ങൾക്ക് കഴിയുന്നത് ഈ ഭരണകൂടം അഴിമതി ചെയ്യാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞതെല്ലാം ചെയ്തു. ഞങ്ങൾ ജനങ്ങളോട് വെച്ച വാഗ്ദാനങ്ങൾ മുഴുവൻ പാലിച്ചു. പാലിച്ച വാഗ്ദാനങ്ങളുമായി ഞങ്ങൾ പോകുന്നത്. ഒറ്റ ഇടപെടൽ ശ്രീ ബി ഗോപാലകൃഷ്ണൻ. രാവിലെ ഞാൻ പറക്കാല പ്രഭാകരനെ കണ്ടിരുന്നു. നമ്മുടെ ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ഭർത്താവ് ഇവിടെ മാതൃഭൂമിയുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ പുള്ളിയുടെ ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നത്, ഇപ്പോൾ താങ്കൾ പറഞ്ഞല്ലോ അഴിമതിയുടെ കാര്യത്തിൽ ഇന്ത്യ ഒരു സംഭവം ഇല്ല എന്ന് പുള്ളി പറയാണ്. അദ്ദേഹം പറക്കാല പ്രഭാകരൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട എക്കണോമിസ്റ്റ് പ്രസംഗിച്ചത് ഞാൻ രാവിലെ കേട്ടതാണ്. ട്രാൻസ്പെറൻസി ഇന്റർനാഷണലിലെ കണക്കനുസരിച്ച് ഗ്ലോബൽ കറപ്ഷൻ റാങ്കിങ്ങിൽ ഇന്ത്യ 94ാം സ്ഥാനത്ത് എത്തിയത്രേ. കഴിഞ്ഞ വർഷം 88ാം റാങ്ക് ആയിരുന്നു. ഒരു കൊല്ലം കൂടി കഴിഞ്ഞപ്പോൾ 97ാം റാങ്കിലെത്തി. ഇതാണ് അവസ്ഥ. എന്നാ ഒരു കാര്യം ചെയ്യ, പറക്കല പ്രഭാകരൻ കോൺഗ്രസിന്റെ വലിയ ആളല്ലേ? ജനങ്ങളുടെ മുമ്പാകാതെ പോയി പറഞ്ഞ് ജനങ്ങളുടെ നിന്ന് വോട്ട് മേടിക്കാൻ പറ. എന്താ കിട്ടാത്തത്? ഉള്ള സീറ്റും കൂടി പോണത് എന്തുകൊണ്ടാ? നാട്ടിലെ ജനങ്ങൾ ഇവരെ കൈയൊഴിയുന്നത് എന്തുകൊണ്ടാ? ഓരോ സഖ്യങ്ങളും തകർന്നു പോകുന്നത് എന്തുകൊണ്ടാ? ഇന്ത്യ സഖ്യത്തിൽ നിന്ന് ഓരോരുത്തർ ചോർന്നു പോകുന്നത് എന്തുകൊണ്ടാ? എന്താ ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവനും പൊട്ടന്മാരാണോ? പ്രഭാകരന് മാത്രമേ ഉള്ളൂ ബുദ്ധി?
അയാൾ കോൺഗ്രസിന്റെ വാലാട്ടി നടക്കുന്ന ഒരു മനുഷ്യനാ. അയാൾ പലതും പറയും. പല ഏജൻസികളും ഇന്റർനാഷണൽ ഏജൻസികളും ഞാനൊരു കാര്യം പറയട്ടെ. ഒരു മിനിറ്റ്. ലോകത്ത് ഇങ്ങനത്തെ പല കണക്കുകളും വരും. ഞാനിപ്പോൾ അടുത്തൊരു കണക്ക് വായിച്ചു. അതെന്താ അറിയോ? ലോകത്ത് ഏറ്റവും കൂടുതൽ, പ്രത്യേകിച്ച് ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമുള്ള രാജ്യമേത്? അഫ്ഗാനിസ്ഥാൻ. ഞാനിപ്പോൾ അടുത്ത് വായിച്ചതാ. റിപ്പോർട്ടുകൾ പലരും വരും. അവർ ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കും. ഞാൻ തരാം. ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള സ്ത്രീകൾ സന്തോഷത്തിൽ ജീവിക്കുന്നത് അഫ്ഗാനിസ്ഥാനിൽ. അങ്ങനെ ധാരാളം ഉണ്ട്. നിങ്ങളത് മിണ്ടാണ്ടിരിക്കുന്നത്. ഇത് AKG സെന്ററിൽ നിന്ന് വരുന്ന ഗുളികയല്ല. AKG സെന്ററിൽ നിന്ന് വരുന്ന ഗുളിക തപ്പി പറയുന്ന ആൾക്കാരാ. അപ്പൊ മിണ്ടായിരിക്കുന്നത്. ഞാൻ സംസാരിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് തരാം. അപ്പൊ അല്ലെ, അത് നിങ്ങൾ വർത്താനം പറയണ്ടെന്ന്. നിങ്ങൾ ഈ ക്യാപ്സൂളിന്റെ ആളല്ലേ. നിങ്ങൾ പോയിട്ട് AKG സെന്ററിൽ പോയി ചോദിച്ചാൽ അവർ തരും പുതിയ ക്യാപ്സൂള്. ഞങ്ങൾ വായിച്ചു പഠിച്ചിട്ട് സംസാരിക്കുന്ന ആൾക്കാരാ. അതവിടെ വെക്ക്. അപ്പൊ മനസ്സിലായല്ലേ? അത് മനസ്സിലായി. ഈ ആളൊന്നും മിണ്ടാണിക്കും. ഇടയിൽ കയറി സംസാരിക്കല്ലേ. അരുൺകുമാർ, ഒരു അല്പം നിലവാരത്തിലെങ്കിലും ഒരു ചർച്ചയിൽ പങ്കെടുക്കുക. അതല്ലേ നിലവാരം. നിങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ വളരെ സൈലന്റ് ആയിട്ടിരിക്കല്ലേ. ഞാൻ താങ്കൾ പഠിപ്പിക്കണ്ട. ഞാൻ പച്ചയായ നുണ പറഞ്ഞപ്പോൾ ചൂണ്ടിക്കാണിച്ചതാ. താനൊന്നും മിണ്ടായിരിക്കണോ? കുറെ നേരം ആയാലോ. കുറെ നേരം ആയാലോ സംസാരിക്കുന്നത്. ഒരു വക്കീലായതുകൊണ്ടാണ് ഞാൻ ഈ മാന്യത കാണിക്കുന്നത്. നിങ്ങളിങ്ങനെ ഇടയിലിടയിൽ സംസാരിക്കുന്നത് എന്ത് മര്യാദ കടാ? എന്താ ഇപ്പൊ? എന്നാൽ പിന്നെ നിങ്ങൾ സംസാരിച്ചോ. അതാണ് ശരിയല്ലല്ലോ. ഇപ്പൊ നൗഷദ് അലി മിണ്ടുന്നില്ലല്ലോ, അതിനെ അംഗീകരിക്കണോ? നൗഷദ് അലി സംസാരിക്കുന്നില്ലല്ലോ, അത് ബഹുമാനിക്കണോ? അതാണ് മാന്യത. ആ മാന്യത നൗഷദ് അലി കാണിക്കുന്നുണ്ടല്ലോ. അദ്ദേഹം സംസാരിക്കുമ്പോൾ ഞാൻ ഇടപെടില്ല. നിങ്ങൾ മാത്രം എന്താ ഏത് ചർച്ച വന്നാലും ഇതാ സമീപനം. സമീപനം മാറ്റും നിങ്ങൾ. പറഞ്ഞ് ഇങ്ങോട്ട് വരല്ലേ. ശരി. അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് അന്താരാഷ്ട്ര തലത്തിൽ അഭിലാഷ് ഒറ്റ വാക്ക് പറയട്ടെ. അന്താരാഷ്ട്ര തലത്തിൽ പലതരത്തിലുള്ള റിപ്പോർട്ടുകളുണ്ട്. കാരണം അന്താരാഷ്ട്ര തലത്തിൽ ഭാരതം മുന്നോട്ട് പോകുന്നത്, ഭാരതം എക്കണോമിക് ആയിട്ടുള്ള ഒരു ശക്തിയായി, സാമ്പത്തിക ശക്തിയായി ഭാരതം മുന്നോട്ട് വരുന്നതിന് താല്പര്യമില്ലാത്ത ഏജൻസികളുണ്ടെന്ന് പല ഏജൻസികളും പല റിപ്പോർട്ടും പറയും. പക്ഷെ ഭാരതത്തിന്റെ സ്ഥിതിയെക്കുറിച്ച് മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യൻ ജനത ഞങ്ങളെ സ്വീകരിക്കുന്നു. അതിൽ വിഷമിച്ചിട്ട് കാര്യമില്ല. ശ്രീ നൗഷാദ് അലി, ഇവിടെ ഇപ്പോ BJPയെ സംബന്ധിച്ച് നമ്മൾ എന്താ പറയാ, ഒരു പഴുത് പോലും വിട്ടുപോകരുത്. എവിടെ ഇപ്പോൾ ഉത്തർപ്രദേശിനെ സംബന്ധിച്ചാണെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ജാട്ട് കർഷക വോട്ടുകളുടെ കൺസോൾട്ടേഷൻ അങ്ങനെയൊന്നും ഉണ്ടായി പോകരുത്. OBC പൊളിറ്റിക്സിൽ ഏതെങ്കിലും തരത്തിലൊരു തിരിച്ചടി ഉണ്ടായി പോകരുത്. അപ്പോൾ ഒരു ഇലക്ഷനിലേക്ക് പോകുമ്പോൾ ഒരു പഴുതും അവിടെ ബാക്കി ഉണ്ടാവരുത്. അതെല്ലാം കൃത്യമായി അടച്ചടച്ച് ക്ലീൻ ആയിട്ട് മുമ്പോട്ട് പോകാനുള്ള ഒരു റോഡ് മാപ്പ് BJPയെ സംബന്ധിച്ചുണ്ട്. അതിനെ പ്രതിരോധിക്കാൻ കോൺഗ്രസിന്റെ കയ്യിൽ എന്തുണ്ട്? അഭിലാഷ്, ഇവിടെ ശ്രീ ഗോപാലകൃഷ്ണൻ ഈ അഴിമതിയെക്കുറിച്ച് പറഞ്ഞതിന് ചെറിയൊരു വിശദീകരണം പറഞ്ഞിട്ട് ഞാൻ ഈ ചോദ്യത്തിന് ഉത്തരം പറയാം. കാരണം ഈ ഭരണാധികാരികളൊക്കെ സാധാരണ ലോകത്ത് എല്ലായിടത്തും അഴിമതി ചെയ്യാറ് എന്തെങ്കിലും ഒരു കാര്യം നടത്തി അതിൻ്റെ ഇടയിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടുമോ എന്നതിന് പഴുതുകൾ ആരാഞ്ഞിട്ടാണ്. പക്ഷേ ഇവിടെ ഒരു രാജ്യം തന്നെ അങ്ങ് തീരെഴുതുന്ന ഒരു ഭരണകൂടത്തിന് പ്രത്യേകിച്ചൊരു അഴിമതി എന്ന പേരിലൊന്നും നടത്തേണ്ട കാര്യമില്ല. കാരണം അവർ ചെയ്യുന്നത് മുഴുവൻ ഇതാണ്. കാരണം ഇവിടുത്തെ പഞ്ചരത്ന, നവരത്ന, മഹാരത്ന കമ്പനികളൊക്കെ ത്രോ എവേ പ്രൈസിന് വിറ്റഴിക്കുന്നു. ഭൂമിയും കടലും ആകാശവും ഒക്കെ ഓരോരുത്തർക്ക് തീരെഴുതി കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് അഴിമതിയുടെ കാര്യമില്ല. പിന്നെ ഈ അടുത്തൊരു CAG റിപ്പോർട്ട് വന്നു നാഷണൽ ഹൈവേയുടെ പ്രവൃത്തികളുടെ ക്രമക്കേടിനെ കുറിച്ച്. അപ്പോൾ ഗവൺമെൻറ് എടുത്ത തീരുമാനം ഇനി CAG റിപ്പോർട്ടേ പ്രസിദ്ധീകരിക്കേണ്ട എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലൊക്കെയാണ് ഇവരുടെയൊക്കെ സമീപനം. അതുകൊണ്ട് അഴിമതിയെക്കുറിച്ച് വല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കള്ളികളൊക്കെയാണ് പൊളിയുക. പിന്നെ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നത് എല്ലാ കാലത്തും നന്മയുടെ ലക്ഷണമെന്ന് കരുതേണ്ട. കാരണം ഷാജിയൻ കരുണിൻ്റെ പിറവി കാണാൻ ആകെ 1000 പേരെ ചെന്നിട്ടുള്ളൂ. പക്ഷേ കിന്നാരത്തുമ്പികൾ ഇവിടെ ഒരു വർഷത്തോളം നിറഞ്ഞ സദസ്സിൽ സിനിമാ കൊട്ടകളിൽ ഓടിയിട്ടുണ്ട് എന്ന് കരുതി അത് മികച്ച പടമൊന്നും ആവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ജയം മാത്രമാണ് എല്ലാത്തിനും മാനദണ്ഡം എന്ന് നിങ്ങൾ പറയേണ്ട. ഒരു കാര്യം കൂടി നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരമായിട്ട് എനിക്ക് പറയാനുള്ളത്,
ഇവിടെ BJP ഇത്തരത്തിലൊക്കെ പെരുമാറുന്നത് കാണുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ സന്തോഷം ഒരു മറുവശത്തുണ്ട്. കാരണം അവർ വല്ലാതെ ഒരു എംബരാസ്മെൻറ്റിലാണ്, അവരൊരു ഭീതിയിലാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്താവും എന്നുള്ളതിനെക്കുറിച്ച് ഏറ്റവും ആശങ്കയുള്ള ആത്മവിശ്വാസമില്ലാത്തൊരു പാർട്ടി BJP ആണ് എന്നാണ് ഇത്തരം വാർത്തകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ 370 സീറ്റ് BJP കിട്ടും, 400 സീറ്റ് NDAക്ക് കിട്ടും, കോൺഗ്രസിന് 40 കിട്ടാൻ ഞാൻ പ്രാർത്ഥിക്കാം എന്നൊക്കെ പറയുന്ന പ്രധാനമന്ത്രി അത്രക്ക് വലിയൊരു മാൻഡേറ്റിനെ കുറിച്ചൊരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെറുതായി ക്ഷുദ്ര പ്രവൃത്തികളൊക്കെ ചെയ്ത് ആത്മവിശ്വാസക്കുറവ് പരസ്യമായിട്ട് പ്രകടിപ്പിക്കേണ്ട ഒരു കാര്യമില്ലല്ലോ. അവരൊരു അവാർഡ് കൊടുക്കുന്നതിൽ വരെ ഇതൊക്കെ ചെയ്യാണ്. എനിക്കറിയില്ല ഇനി നാളെയും മറ്റന്നാളായിട്ട് പുതിയ ഭാരതരത്ന വരുമോ എന്നറിയില്ല. ഇനി ബാൽ താക്കറെക്ക് കൊടുത്തിട്ട് മഹാരാഷ്ട്രയിലെ ഉള്ള സഖ്യം പൊളിക്കാൻ ശ്രമിക്കുമോ എന്നോ, ഇനി തൃശ്ശൂരിൽ നമുക്ക് സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ ഇനി സത്യനോ ജയനോ ഒക്കെ ഭാരതരത്ന കൊടുക്കുമെന്നോ ഒന്നും എനിക്കറിയില്ല ഇവർ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്ന്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ നമുക്ക് വരും നാളുകളിൽ കാത്തിരുന്ന് കാണാം. അവരുടെ ആത്മവിശ്വാസക്കുറവും തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തങ്ങളെ കൈയൊഴിയുമോ എന്നൊരു ഭയവുമായിരിക്കാം അവരെ ഇത്തരത്തിലൊക്കെ ചെറുതാകാൻ പ്രേരിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഞങ്ങളുടെ ഉത്തരം. ശരി, എനിക്കൊരു ഇടവേള വേണം, ഇടവേളയ്ക്ക് ശേഷമാണ്. ചർച്ച അവസാന ഘട്ടത്തിലാണ്. പക്ഷേ അരുൺകുമാർ, BJPക്ക് ഒരു പ്ലാൻ ഉണ്ട്, അവർ നടപ്പാക്കുന്നു. പ്രതിപക്ഷത്തിന് ഒരു പ്ലാൻ വേണ്ടതല്ലേ? നിങ്ങൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഇന്ത്യ സഖ്യം ഇപ്പോൾ പെരുവഴിയിലാണ്. ജയന്ത് ചൗധരി ഇതുവരെയും ഔദ്യോഗികമായി NDAയിലേക്ക് പോകാൻ തീരുമാനിച്ചിട്ടില്ല. പക്ഷേ അങ്ങനെ പോവേണ്ടതില്ല എന്ന ആത്മവിശ്വാസം കൊടുക്കാൻ, അല്ലെങ്കിൽ ആ BJP പ്ലാൻ നടപ്പാക്കാതിരിക്കാൻ ഏതെങ്കിലും തരത്തിലൊരു പ്രഷറോ അതല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസം കൊടുക്കലോ ഒക്കെ മറ്റ് കക്ഷികൾക്ക് സാധിക്കണമല്ലോ. അതുണ്ടാവുന്നില്ല. രാഹുൽ ഗാന്ധി യാത്ര നടത്തുകയാണ്, JDU ഇതിനോടകം പോയി. നാളെ ഇനിയിപ്പോൾ ശിവസേന ഉദ്ധവ് വിഭാഗവും ശരത് പവാറിന്റെ NCP ഒക്കെ പോവോ ഇല്ലയോ എന്നൊന്നും പറയാൻ കഴിയില്ല. ഇലക്ഷൻ ഇനിയും സമയമുണ്ടല്ലോ. ഈ പ്രതിപക്ഷ കക്ഷികളെ നിങ്ങൾ പറയുന്നത് പോലെ BJP വിരുദ്ധ പ്ലാറ്റ്ഫോമിൽ ഉറപ്പിച്ച് നിർത്താനും അവർക്ക് ആത്മവിശ്വാസം കൊടുക്കാനും ഒക്കെ കഴിയാതിരിക്കുന്നത് പ്രതിപക്ഷ ബ്ലോക്കിന്റെ വലിയ പരാജയമല്ലേ? നിങ്ങൾ ഒരു തരത്തിലും എവിടെയും ഇല്ല ഈ പിക്ചറിൽ എന്ന അവസ്ഥയിൽ എത്തിയില്ലേ? മിസ്റ്റർ അഭിലാഷ്, ഇന്നലെ ഡൽഹിയിൽ CPMന്റെ നേതൃത്വത്തിൽ, കേരളത്തിലെ സർക്കാരിന്റെ നേതൃത്വത്തിൽ നടന്ന സമരത്തിൽ 14 കക്ഷികൾ പങ്കെടുത്ത് താങ്കൾ ശ്രദ്ധയപ്പെട്ടാണ്. കേവലം ഒരു സംസ്ഥാനം നടത്തുന്ന പോരാട്ടം എന്ന രൂപത്തിലാണോ അത് ചിത്രീകരിക്കപ്പെട്ടത്? അത് വിജയിച്ചത്, ഇന്ത്യ മുഴുവൻ ചർച്ചയായത്? ഇന്ന് ദേശീയ മാധ്യമങ്ങളിൽ എല്ലാം അത് തന്നെയല്ലേ ചർച്ച? 2 മുൻ മുഖ്യമന്ത്രിമാർ, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളടക്കം. അപ്പോൾ യോജിക്കാവുന്ന എല്ലാ വിഷയങ്ങളിലും യോജിച്ച് ഒരു കോമൺ പ്ലാറ്റ്ഫോമിലേക്കാണ് പോകുന്നത്. 10-29 കക്ഷികളാവുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളും ചെറിയ പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങളെല്ലാം ഉണ്ടാവും. അത് പരിഹരിച്ച് ഒറ്റക്കെട്ടായി പോകുവാനുള്ള നല്ല ശക്തമായിട്ടുള്ള ഇടപെടലാണ് നടത്തുന്നത്. പിന്നെ BJPയുടെ പ്രതിനിധി ഇവിടെ പറഞ്ഞല്ലോ, ലോകതരത്തിലുള്ള പല ഇൻഡെക്സുകളും പല റിപ്പോർട്ടുകളും സർവേകളും പുറത്തു വരുമ്പോൾ അതൊക്കെ കള്ളമാണ്. ഞാൻ BJPയുടെ പ്രതിനിധി ശ്രീ B ഗോപാലകൃഷ്ണനെ വെല്ലുവിളിക്കുന്നു. ലോകത്ത് ഏറ്റവും സ്ത്രീ സുരക്ഷയുള്ള രാജ്യം അഫ്ഗാനിസ്ഥാനാണ് എന്ന ഒരു സർവേയിൽ താങ്കൾ വായിച്ചു എന്ന് പറഞ്ഞ റിപ്പോർട്ട് ധൈര്യമുണ്ടെങ്കിൽ ഒന്ന് അങ്ങ് അയച്ചതാട്ടെ. എനിക്ക് തരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ആങ്കർക്ക് അയച്ചു കൊടുക്ക്. പച്ചക്കള്ളം പറഞ്ഞ് ഈ ചർച്ചകളിൽ വന്ന് മറ്റുള്ളവരെ തോൽപ്പിക്കാൻ വേണ്ടി പച്ചക്കള്ളം തന്നെ പറയുകയാണ്. ഇന്നലെ BJPയുടെ മറ്റൊരു പ്രതിനിധി പറഞ്ഞു, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ആകെ 15 സ്റ്റാഫേ ഉള്ളൂ, കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ 25 സ്റ്റാഫ് ഉണ്ട്. ഒന്നാലോചിച്ച് നോക്കിയേ. അപ്പൊ തന്നെ ഒരു വിവരാവകാശ റിപ്പോർട്ട് കൊടുത്തു, 301 സ്റ്റാഫ് ഉണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ. ആ പൊളിറ്റിക്കൽ നിയമനം തന്നെ. അന്നേരമാണ് 15 പച്ചക്കള്ളം പറഞ്ഞ് മറ്റുള്ളവരെ തോൽപ്പിക്കാൻ ഏത് കള്ളവും ഉപയോഗിക്കാം എന്ന രൂപത്തിൽ പോയാൽ ഇതൊന്നും ശാശ്വതമല്ല. പട്ടിണിയുടെ കാര്യത്തിൽ, ജനാധിപത്യ അവകാശങ്ങളുടെ കാര്യത്തിൽ, പൗരാവകാശത്തിന്റെ കാര്യത്തിൽ, പത്രസ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ ഏത് സർവേ എടുത്താലും ഈ ഇന്ത്യ വളരെ പിന്നിലാണ്. അവസാന 10 വർഷം കൊണ്ടാണ് ഈ പിന്നിലായത്. ദാരിദ്ര്യത്തെ നിങ്ങൾ എത്ര മതിൽ കെട്ടി സംരക്ഷിക്കാൻ നോക്കിയാലും ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്. ജനങ്ങളുടെ പ്രതികരണ ശേഷി അത് കൃത്യമായി ബാലറ്റിലൂടെ രേഖപ്പെടുത്തുന്ന സാഹചര്യമായിരിക്കും വരിക. നിങ്ങൾ ജനാധിപത്യത്തെ പണാധിപത്യം കൊണ്ട് കീഴടക്കി പല ഘടകകക്ഷികളെ വിലക്കെടുത്ത് കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ ദുരുപയോഗം ചെയ്ത് ഗവർണർമാരെ കൊണ്ട് രാഷ്ട്രീയം കളിച്ച് മുന്നോട്ട് പോയാലും ജനാധിപത്യത്തിൽ തെരഞ്ഞെടുപ്പിലൂടെ ജനങ്ങളുടെ മൗലികാവകാശം രേഖപ്പെടുത്തുന്ന ആ സുവർണ അവസരം ജനങ്ങൾ നന്നായി വിനിയോഗിക്കും. ഇവിടെ ഇന്ത്യ മുന്നണി അതിന്റെ ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അവ പരിഹരിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകും, അതിൽ സംശയമില്ല. ശ്രീ ഗോപാലകൃഷ്ണൻ, മറുപടി നമുക്ക് അവസാനിപ്പിക്കാം. അല്ല, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന കേരളത്തെക്കുറിച്ചായിരിക്കും ഒരുപക്ഷെ പ്രഭാകരൻ പറഞ്ഞ ആ സർവേ റിപ്പോർട്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കറപ്ഷന്റെ കാര്യത്തിൽ എല്ലാ ദിവസവും കേരളമാവാനാണ് സാധ്യത. ശരി സാർ, ഞാൻ നിങ്ങളോട് നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നത് ഞാനല്ലേ പറയണ്ടേ?
എന്തൊരു കഷ്ടമായത്. എനിക്ക് CPM-ൻ്റെ പ്രതിനിധിയോട് പറയാനുള്ളത് 2024 തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അരിവാൾ ചുറ്റിക നക്ഷത്രം എന്ന നിങ്ങളുടെ ചിഹ്നം മാറ്റിവെക്കേണ്ടി വരും. നോട്ടയ്ക്ക് പുറയിൽ നിങ്ങൾ പടവലങ്ങ ചിഹ്നം ഉപയോഗിക്കേണ്ട ഗതികേടിലേക്ക് വരും. അതുകൊണ്ട് ആദ്യം പോയിട്ട് നാട്ടിലെ ജനങ്ങളോട് ഇതൊക്കെ പറഞ്ഞ് ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ നോക്ക്. ജനങ്ങൾക്ക് നിങ്ങളെ വിശ്വാസമില്ല. മാസപ്പടിയിൽ നിന്ന് തുടങ്ങി ഈ നാടിൻ്റെ ഈ കേരളം എന്ന് പറയുന്ന സാധനത്തെ, ഈ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തെ തകർത്ത് മുടിച്ച് നശിപ്പിച്ച് നാറാണക്കല്ല് പിടിപ്പിച്ച് കട്ട് തിന്നുന്ന വർഗമായി ഈ പിണറായി വിജയന്റെ ഭരണം. ആദ്യം ഇവിടുത്തെ അഴിമതി ഇല്ലാതാക്കാൻ നോക്ക്. നിങ്ങളുടെ ഇപ്രാവശ്യം താഴോട്ട് പോകുന്ന നിങ്ങളുടെ അതൊരു സംശയമില്ല. അവകാശം വല്ലാത്ത വിഭ്രാന്തി ഉണ്ട് അല്ലേ? BJP-ക്കാർ സംസാരിക്കുമ്പോൾ വല്ലാത്ത ഭയം ഉണ്ടല്ലേ? അതല്ലേ ഇടയ്ക്ക് കയറി സംസാരിക്കുന്നത്? ഇനിയും കൂടുതൽ സംസാരിക്കാം അടുത്ത ദിവസങ്ങളിൽ. വളരെ നന്ദി ശ്രീ ഗോപാലകൃഷ്ണൻ, ശ്രീ അരുൺകുമാർ, ശ്രീ നൌഷാദ് അലി സംസാരിച്ചതിന്. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.